inside the hall. Saint Joseph, spouse of Mary, blessed me on all saints above. In these times of selfish living, teach us how to love. Dear Saint Joseph, kind and loving, stretch to us a helping hand. Guide us through life's toil and sorrow, safely to our true homeland. Hail Saint Joseph, spouse of Mary, blessed me on all saints above. In these times of selfish living, teach us how to love. Farewell to thee, but not farewell to all my fondest thoughts of thee. Within my heart they shall dwell, and they shall cheer and comfort me. Good morning. As we are poised to commence the formal send-off function of this academic year, I request you to kindly remain seated while a silent prayer is offered. Thank you. Any institution gathers its strength and momentum from its ruling authority, who leads the way with vision and wisdom. Our principal, Dr. Sister Asha, is always supportive of any initiative towards progress and growth. May I invite our beloved principal, Dr. Sister Asha, to welcome this august gathering. Sister, please. Our manager and former principal, Dr. Sister Irinjalakuda, retirees, Dr. Shali Andappan, Mr. Davis AP, and Reverend Sister Beena Thomas, our vice principals, Reverend Sister Blessy and Dr. Sister Eliza, self-financing coordinator, Dr. Sister Rose Bastian, retired and present faculty members and staff in the offline and online, former principals, Reverend Sister Marietta, Sister Ivantia, Dr. Sister Christy. A warm good morning to one and all. March 30th, St. Joseph's കലാലയത്തിന് അവിസ്മരണീയമായ ഒരു ദിനമാണ്. മറ്റെല്ലാ ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അല്പം നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ദിനം. ഈ കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിലും ഒന്ന് ഇവിടേക്ക് ഓടി വരാൻ ധൈര്യവും മനസ്സും കാണിച്ച പ്രിയപ്പെട്ട ഫോമർ പ്രിൻസിപ്പൽസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്, ഏറെ നന്ദിയുണ്ട് നിങ്ങളോട്.
വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ സാഹചര്യങ്ങളാൽ ഓൺലൈനായി ഞങ്ങളോട് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒത്തിരി പേര് ഈ സാഹചര്യത്തിലും ഇവിടെ ഞാൻ ഓരോരുത്തരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലായിരിക്കുന്ന സ്നേഹമുള്ള നമ്മുടെ മാനേജർ ആൻഡ് ഫോമർ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ രഞ്ജന സിസ്റ്റർ, പ്രൊവിൻഷ്യൽ സ്ഥാനമെല്ലാം കഴിഞ്ഞ് അല്പം സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസരമാണ്. പിന്നിട്ട 6 വർഷങ്ങൾ സെൻറ്റ് ജോസഫ്സിൻ്റെ മാനേജറായിരുന്ന് പകർന്നു നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും കരുതലിനും കാവലിനും കലാലയ തനയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. സിസ്റ്റർ, ഈ കലാലയത്തിൻ്റെ ഉയർച്ചയും പ്രശസ്തിയും സ്വപ്നം കണ്ട് പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ച് കരുത്തേകിയ എല്ലാ നല്ല അനുഭവങ്ങളെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം ഡിയർ ലവിംഗ് സിസ്റ്റർ. സെൻറ്റ് ജോസഫ്സ് കലാലയ കുടുംബത്തിൽ നിന്നും ഔദ്യോഗികമായി വിരമിക്കുന്ന ഡോക്ടർ ഷാലി അന്തപ്പൻ, മിസ്റ്റർ ഡേവിസ് AP ആൻഡ് റവർ സിസ്റ്റർ ബീന തോമസ്, ഇവരുടെ സാന്നിധ്യവും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. 28, 30, 32 വർഷങ്ങൾ കലാലയത്തെ നെഞ്ചിലേറ്റി സ്നേഹിച്ചവർ. ഡോക്ടർ ഷാലി അന്തപ്പൻ, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, എ ലവിംഗ് മദർ and a role model to the students. She has taken much interest to the needs of the students. Very smart, pleasant, charming, a lady with aesthetic sense, an expertise cook, an effective and dedicated teacher who can effectively manage English language. പഴയ തലമുറയിലെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായി നിന്ന് ഏവരെയും ചേർത്ത് പിടിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പ്രതിരൂപമായ ഡോക്ടർ ഷാലി അന്തപ്പനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം നേരുകയാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ സെൻറ്റ് ജോസഫ് തനയരുടെ ഭാവുകങ്ങൾ, അനുമോദനങ്ങൾ, ആശംസകൾ. വിത്ത് മച്ച് ലവ് ഐ വെൽക്കം യു മിസ് ഷാലി അന്തപ്പൻ. നമ്മുടെ കലാലയത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് അക്കൗണ്ടൻറ്റ് മിസ്റ്റർ ഡേവിസ് AP, നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ സാലറി ബില്ലിനോടൊപ്പം കലാലയത്തിൻ്റെ കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം എപ്പോഴും സഹായഹസ്തവുമായി നിന്ന നല്ല നാളുകൾ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വത്സല മകനാണ് ഡേവിസ്. നമുക്കറിയാം, ഇന്നത്തെ തലമുറയിൽ പ്രായമായ മാതാപിതാക്കളെയൊക്കെ അനാഥശാലകളിലാക്കി സ്വസ്ഥമായി ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിന് ഒരു ചോദ്യചിഹ്നമാണ് ഡേവിസിൻ്റെ ജീവിതം. മാതാപിതാക്കളെയൊക്കെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു മകൻ, സഹധർമ്മിണി ഷൈബി ടീച്ചറും മക്കളുമൊത്തുള്ള കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിച്ച് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റവറൻഡ് സിസ്റ്റർ ബീന തോമസ്, ക്യാമ്പസിലെ പുഞ്ചിരിക്കുമ്മ സിസ്റ്റർ, ഒരു ഡെഡിക്കേറ്റഡ് സീനിയർ ക്ലർക്ക്, ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കുന്ന, അതിനുവേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്ന സിസ്റ്റർ ബീന തോമസ്. സിസ്റ്റർ ബീന ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിരിക്കുമെന്ന് തീർച്ചയാണ്. 60-ൽ പരം ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ സാലറി ബിൽസ് ഡീൽ ചെയ്യുന്ന സിസ്റ്റർ ഈ അടുത്ത നാളുകളിൽ പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട് സ്പാർക്കുമായി മത്സരിച്ച് സിസ്റ്റർ നേടിയെടുത്ത നേട്ടങ്ങളെയൊക്കെ നന്ദിയോട് ഞങ്ങൾ ഓർക്കുകയാണ്. സിസ്റ്ററിൻ്റെ അസാന്നിധ്യവും ഞങ്ങൾക്ക് ഏറെ വേദനാജനകമായിരിക്കും എന്ന് തീർച്ചയാണ്. സിസ്റ്ററിൻ്റെ അടുത്ത കർമ്മരംഗം നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞു. ഏറ്റെടുക്കുവാൻ പോകുന്ന സുപ്പീരിയർഷിപ്പ് ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ സിസ്റ്റർ ബീനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.
ഒരിക്കൽ കൂടി ഡോക്ടർ സിസ്റ്റർ രഞ്ജനയ്ക്കും റിട്ടയർ ചെയ്യുന്ന 3 പേർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഫോമർ പ്രിൻസിപ്പൽസിനും മറ്റ് അധ്യാപക അനധ്യാപകർക്കും പ്രസൻറ്റ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായതെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. Welcome Dr. Sister Asha to the meeting. Thank you, Sister. The bouquets we have offered to the delegates on the dais symbolize the vision of our institution: light, life, and love. Thank you, Sister Anjana and team, for your creative and thoughtful gesture. Dr. Sister Ranjana, an alumni of the college who was destined to join the Department of Chemistry as a faculty member and later rose to the rank of the principal of this prestigious institution, provincial of the Holy Family Congregation, and manager of St. Joseph's College. A true visionary and a staunch supporter of the college, Sister has always been a source of strength, support, and inspiration. May I invite Dr. Sister Ranjana to deliver the presidential address. ഏറ്റവും പ്രിയമുള്ളവരെ, സെയിൻറ്റ് ജോസഫ്സ് കുടുംബാംഗങ്ങളെ എന്ന് വിളിക്കാനാണ് ഈ നല്ല ദിവസത്തിൽ ഇഷ്ടം തോന്നുന്ന വാക്ക്. എന്നാലും ഇവിടെ സ്റ്റേജിലായിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആശ. വിട പറയും എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, കൂടുതൽ ഉയരങ്ങളിലേക്കും ശക്തിയിലേക്കുമുള്ള ഒരു കുതിപ്പായിട്ടാണ് എനിക്ക് ശാലിയെ കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ ഒരു വിട പറയുന്ന മുഖമായിട്ടല്ല. അപ്പോൾ ഡോക്ടർ ശാലി, ഡേവിസ് ആൻഡ് സിസ്റ്റർ ബീന, ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, എൻ്റെ അധ്യാപികയായിട്ട് എനിക്ക് തോന്നുന്നു മിസ് മേരി ആൻറ്റിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ അമ്മ എത്തിയിട്ടില്ല, മേരി പാസ്റ്റമ്മ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അധ്യാപികയായ മിസ് മേരി ആൻറ്റിയോ, മറ്റ് നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്, എല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ നന്മകൾ നേരുകയാണ്. നേരത്തെ ശാഷ പറഞ്ഞ പോലെ മാർച്ച് 30 എന്ന് ഓർക്കുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദിനമായിട്ട് തോന്നാറ്. കാരണം പോയിട്ടുള്ളവരെല്ലാവരും വരും, എല്ലാവരും കാണണം, എല്ലാവരും കണ്ടുമുട്ടുന്ന, പങ്കുവയ്ക്കുന്ന, ഒരുപാട് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നൊരു ദിനമായിട്ട് തോന്നും. അതോടൊപ്പം അത്രയും കാലം കൂടെ ഉണ്ടായിരുന്നവർ കുറച്ച് പേരെങ്കിലും ആ ദിവസം പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖവും വേദനയും നൊമ്പരവും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ദിവസമാണ് മാർച്ച് 30 എന്ന് ഓർക്കുമ്പോഴുള്ളത്. എന്തായാലും ഇത്രയും പേരെ കണ്ടല്ലോ, ഒത്തിരി സന്തോഷം തോന്നി വന്നപ്പോൾ. 215 പേര് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫായിട്ട് ഇവിടെ ഉണ്ട്. പ്ലസ് നമ്മൾ 100-100-ലധികം പേര് പുറത്ത് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത്ര പേര് എത്തിയിട്ടില്ലെങ്കിലും കുറേ പേര് കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറേ സന്തോഷം തോന്നി ഇന്നിവിടെ നിൽക്കുമ്പോൾ. കാരണം ഒരുപക്ഷെ ഇതെൻ്റെ ഒരു അവസാനത്തെ നിലവ് കൂടിയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന്, ഓർത്തില്ല. അങ്ങനെ എന്ന് വെച്ചാൽ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു പെട്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഒന്നും ഓർക്കാതെ പോകുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ആശ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്ത്, അയ്യോ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. അപ്പോൾ ഒരു 55 വർഷത്തെ സ്നേഹമാണ് എനിക്ക് ഈ സ്ഥാപനത്തോട് ശരിക്കും പറഞ്ഞാൽ. 1966 വിദ്യാർത്ഥിനിയായി ഞാനിവിടെ പ്രീ ഡിഗ്രി പഠിക്കാൻ വന്ന കാലം, അന്ന് തുടങ്ങി ഈ സ്ഥാപനമായിട്ടുള്ള ബന്ധം. സെയിൻറ്റ് ജോസഫ്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അനുഭവമാണത്. ആ ഔസപിതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും അങ്ങനെയുള്ളൊരു അനുഭവമാണ്. എല്ലാ കുടുംബങ്ങളെയും ഒന്നിച്ച് കാണാനുള്ള ഒരു വലിയ ഒരു പഠനം ആ ഔസപിതാവിൻ്റെ മുന്നിൽ നിന്നാണ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 66 തുടങ്ങി ഇവിടെ 71 വരെ ഇവിടെ സ്റ്റുഡൻ്റായി.
71 ഇവിടെ ഇങ്ങനെ ചേരണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. അത് കഴിഞ്ഞ് കുറേ തല്ലുപിടുത്തത്തിന് ശേഷം ചേർന്നു. 71 ഇങ്ങനെ ചേർന്നു ഞാനിവിടെ. പക്ഷേ 72 തൊട്ട് 74 വരെ MSc ഇവിടെ നിന്ന് പുറത്തു പോയെങ്കിലും ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. 74 ഇവിടെ സ്റ്റാഫിൽ വന്നത്. 76 ഞാൻ സിസ്റ്ററായി. അങ്ങനെ അവിടുന്ന് തുടങ്ങിയ ജീവിതം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 55 വർഷത്തെ ഒരു അനുഭവം. ഒരുപാട് അനുഭവങ്ങൾ ഈ സ്ഥാപനം തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര അനുഭവങ്ങൾ, എഴുതി തീർക്കാൻ പറ്റാത്ത. സിസ്റ്റർ ഇസ്ബലിൻ്റെ കാലത്ത് എഴുതിയ പുസ്തകം അത് തുടക്കം പേര് ഓർമ്മയിലെ സെൻറ്റ് ജോസഫ്, അത് വായിച്ചു നോക്കിയാൽ അറിയാം അതിലൊക്കെ വന്നു പോയിട്ടുള്ള. അപ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങിയ ഓരോരുത്തരും ഓരോ പുസ്തകം എഴുതാനുള്ളത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നാം. നമ്മളാക്കിയ ഒരു വലിയ അനുഭവമാണ് നമുക്ക് ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ തോന്നുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോവിഡിൻ്റെയും പാൻഡമിക്കും ഒരുപാട് അസ്വസ്ഥതകൾ ഇന്ന് ലോകത്തിലേക്ക് നമുക്ക് നോക്കിയാൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. കുടുംബങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. മക്കളെ വേണ്ട വിധത്തിൽ പഠിപ്പിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ആകാംക്ഷയും അസ്വസ്ഥതകളും, കടമെടുത്തത് വീട്ടാൻ പറ്റാത്തതിൻ്റെ, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ, അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് വേദനകളുടെ ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. 1.5 കൊല്ലമായിട്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിലും വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുപാടും കാണാം. നമ്മുടെ രാഷ്ട്രത്തിലെയും മറ്റു രാഷ്ട്രങ്ങളിലെയും ഒക്കെ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ളൊരു അവസരമാണ്. ഒരു വിധത്തിൽ ഈ കാലഘട്ടം നമ്മെ ഒരുമിച്ചിരുത്തുകയും ഒരുമിച്ച് ചിന്തിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് സഹായിച്ച കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷക്കാലം തോന്നുന്നു. കഴിഞ്ഞ മാർച്ച് 19 ഞാൻ മിഷനിലായിരുന്നു. മിഷനിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയത് 19 അന്ന് വരുമ്പോൾ തോന്നിയില്ല ഇത്ര പ്രശ്നമുണ്ടെന്ന്. ഇവിടെ വന്ന് ഞാനിവിടെ ഇറങ്ങിയപ്പോഴേക്കും പനി നോക്കലും പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഇവിടെ കൂടുതൽ അവിടെ ഇൻഡോറിലൊക്കെ വളരെ ഫാസ്റ്റായി ഇവിടെ മൂവ് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ അത്രയ്ക്ക് എന്തോ രക്ഷപ്പെട്ട പോലെ എനിക്ക് തോന്നി അന്ന് ഞാനിവിടെ വന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോയിന് കുറേ നാളുകളിലേക്കെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ അമ്മയുടെ വിശുദ്ധ പദവി ഉണ്ടായതും എല്ലാം ഓരോന്നും നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ദൈവം എല്ലാം ഇങ്ങനെ ക്രമീകരിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്ന് നൽകുന്ന ഒരുപാട് അനുഭവങ്ങളെയാണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാം. ചിലപ്പോൾ ദുഃഖമായിരിക്കാം, സങ്കടമായിരിക്കാം, അപ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വന്ന് ചേരുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതെല്ലാം അത്യുത്തമമാണ് എന്നാണ് പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39 അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, എല്ലാം അത്യുത്തമമാണ്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ രക്ഷണീയതയ്ക്ക് വേണ്ടിയുള്ളതാണ് എല്ലാം എന്നാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ബൈബിളെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ 3 അധ്യായങ്ങളും നമുക്കിന്ന് പറ്റിയ വചനങ്ങളെയാണെന്ന് തോന്നി. ജെറുസലേമിൻ്റെ ഭാവി മഹത്വം. ഇതൊരു മഹത്വമാണ്, മഹത്വപൂർണ്ണമായ ദിനമാണിന്ന്. നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് പുതിയതിലേക്ക്, ഭാവി മഹത്വത്തിലേക്കും കൂടി ഒരു വലിയ ഒരു ജമ്പിങ് നടത്തുന്ന ഒരു ദിനം കൂടിയാണ്. നാളെ നമ്മളെങ്ങനെ വേണം എന്ന് ചിന്തിക്കാൻ ഇന്നലെയും കൂടി ഇരുന്ന് ചിന്തിച്ച് കിട്ടുന്ന ഒരു വലിയ ദിനമായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ഉണർന്ന് പ്രശോഭിക്കുക, നിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നാണ് ആദ്യത്തെ 60ാമത്തെ ചാപ്റ്റർ. 61 പറയാണ്, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനം, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും, കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ദൗത്യം ഇതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും ബന്ധിതർക്ക് മോചനവും നൽകുന്ന ആ ഒരു സദ്വാർത്തയുടെ ദിനമായി നമ്മൾ ഓരോരുത്തരും ഒരു സദ്വാർത്തയായിട്ട് മറ്റുള്ളവർക്ക് മാറേണ്ടവരാണ് നമ്മൾ.
മൂന്നാമത്തേൽ പറയാണ്, സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. അപ്പം നമ്മൾ ജ്വലിക്കേണ്ടവരാണ്. ദൈവത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം ജ്വലിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ജ്വലിച്ച് ഇന്നും എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോയവരാരെങ്കിലും ജ്വലിക്കാതിരിക്കേണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ജ്വലിച്ചു. എത്ര പ്രായം ചെന്നവർ പോലും മേരി പാസ്റ്റമ്മ നിങ്ങൾക്കറിയാം, 50 കഴിഞ്ഞ ആളാണ്. ഇവിടെ പരിചയം ഉണ്ടാകും പലർക്കും. അമ്മ ഇപ്പോഴും 100 അഗതികളായ മക്കളെ നോക്കി വളർത്തി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും, അമ്മയ്ക്ക് എങ്ങനെ ഇത് പറ്റുന്നു. അതുപോലെ ഓരോരുത്തരും പ്രായം ചെന്ന് ആരെയും നമ്മൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം എങ്ങനെ ജ്വലിക്കാൻ പറ്റും. മിസ് ആൻറ്റിയോ തന്നെയായാലും മിസ് ആൻമേരി ചാൾസ് അങ്ങനെയുള്ളവരൊക്കെ അവരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ്. അതൊക്കെ ഒരു ജ്വലനമാണ്. അപ്പോൾ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവരേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവരും 3 പേരെയും കുറിച്ച് ഇന്നിവിടെ ചിന്തിക്കുമ്പോൾ ഈ 3 പേരും നമ്മുടെ കോളേജിൽ ജ്വലിച്ച് നിന്നവരാണ്. അവരവനെ ഏൽപ്പിച്ച അവനവൻ്റെ ദൗത്യത്തിൽ ഏറ്റവും വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ അധ്വാനിച്ചവരാണ്. ശാലിയാണെങ്കിലും നേരത്തെ പറഞ്ഞ വാക്കുകൾ, ഇംഗ്ലീഷിലെ വാക്കുകൾ ഓരോന്നും വളരെ സൂട്ടാണ്. ശാലിയെ സംബന്ധിച്ച് വളരെ കുലീനത്വത്തോടും വളരെ ആഭിജാതിത്വത്തോടും വളരെ സൈലൻ്റായിട്ടും സമാധാനമായിട്ടും ശാന്തമായിട്ടും ഒക്കെ പ്രതികരിക്കാനും പങ്കുവയ്ക്കാനും കുട്ടികൾക്കൊരു അമ്മയായും സഹോദരിയായും സ്നേഹിതയായും ഒക്കെ നിൽക്കാൻ കഴിവുള്ള ഒരു ടീച്ചർ. ഞാൻ എന്നും പറയുന്ന വാക്ക് തന്നെയാണത്. വൺ ഹു ടീച്ചേഴ്സ് ഈസ് വൺ ഹു റീച്ചസ് ദ സോൾ ഓഫ് ദ ചൈൽഡ്. അതാണ് ഒരു ടീച്ചർ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ വൺ ഹു ടീച്ചേഴ്സ് ഈസ് റീച്ചസ് ദ സോൾ ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ ആത്മാവിനെ എത്തുക, അതിലെത്തിച്ചേരുക, അവിടെ കൊളുത്തുക. അവിടെയാണ് ദീപം കൊളുത്തേണ്ടത്. അങ്ങനെ ദീപം കൊളുത്തി അനേകങ്ങളെ ജ്വലിപ്പിക്കാൻ സഹായിച്ച ശാലിക്ക് എല്ലാവിധ മംഗളങ്ങളും ഈ നല്ല ദിവസത്തിൽ എല്ലാവരുടെയും പേര് നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ഭാവി ഈ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഇരട്ടിയായിട്ട് ചെയ്യാനുള്ള സമയവും ശക്തിയും സാഹചര്യവുമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് 2000-ൽ നിന്ന് നമ്മൾ വിട്ട് 750 കോടിയിലേക്ക് നമ്മൾ ഫ്രീ ആകുകയാണെന്ന് പറയും. ഞാനൊരു വിധത്തിൽ പറഞ്ഞാൽ 750 കോടി ജനം ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഇറങ്ങാൻ വിധത്തിലുള്ള ഫ്രീഡത്തിലേക്കാണ് നമ്മളിവിടുന്ന് പോകുമ്പോൾ എനിക്ക് വേണം. അപ്പം അത്രയും അതിനുള്ള ആത്മശക്തിയും ചൈതന്യവും ഒക്കെ ശാലിക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശാലി തന്നിട്ടുള്ള എല്ലാ സൗഹൃദത്തിനും സ്നേഹത്തിനും ഇതിനോട് ചേർന്നെന്ന് നന്ദി പറയുന്നു. കുടുംബത്തോടും നന്ദി പറയുന്നു, മക്കളോടും നന്ദി പറയുന്നു, എല്ലാവരും അപ്പച്ചനോടും എല്ലാവരോടും നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ഈ നല്ല ദിവസത്തിൽ. അതുപോലെ നേരത്തെ ഡേവിസിനെ കുറിച്ച് പറഞ്ഞു. ഡേവിസിനെ അപ്പച്ചനായിട്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പനെയും അമ്മയും നോക്കുന്ന മകൻ, ഒറ്റപുത്രനാണ്. അപ്പോൾ എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ളവരൊക്കെ ചേച്ചി പെങ്ങന്മാരുണ്ട് കേട്ടോ, പെങ്ങൾ ഉണ്ട്. പക്ഷേ ആ ഒറ്റപുത്രനാണെങ്കിലും വളരെ സ്നേഹത്തോടെ മാതാപിതാക്കളെ പരിചരിക്കുന്ന, സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകൻ. ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമ്മുടെ കോളേജിൽ കെമിസ്ട്രി ലാബിലാണ് ഡേവിസ് ആദ്യം വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ട് എവിടേക്കും ഗ്യാസിൻ്റെ ലാബിൻ്റെ കണക്ഷൻസ് എവിടെ എന്ത് ആർക്കെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു ഡേവിസായിരുന്നു ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങോട്ട് ഓഫീസിലേക്ക് കൊടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഞങ്ങൾക്ക് അന്ന് ചോദിച്ചപ്പോൾ. പക്ഷേ പിന്നീട് അത് ആവശ്യമായി വന്നപ്പോൾ ഓക്കെ അതായിരിക്കും ദൈവത്തിൻ്റെ ഹിതം. അങ്ങനെ ലാബിൽ നിന്ന് ഓഫീസിലേക്കാണ് പിന്നെ ഡേവിസ് മാറിയത്. അപ്പോൾ അവിടെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഓഫീസ് വർക്ക് അതത്ര എളുപ്പമുള്ള ജോലിയല്ല. മറ്റത് കുട്ടികളുടെ കൂടി മറ്റേ ഇഷ്ടമുള്ള ആ ജോലി ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. ഇത് ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യുന്ന പണിക്ക് ശരിക്കും പറഞ്ഞാൽ ഡേവിസിന് ഇഷ്ടപ്പെട്ടതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതങ്ങനെ വന്നു. അപ്പോൾ ഭംഗിയായിട്ട് പക്ഷേ അത് ഇരുന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട് ആൾ. ഏൽപ്പിച്ച ദൗത്യങ്ങൾ സാധിക്കുന്ന അത്രയും മനോഹരമായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ കാണിച്ചിട്ടുള്ള
ആ നല്ല മനസ്സിനും ഔദാര്യത്തിനും സ്നേഹത്തിനും. ഇനി ആർക്കും എവിടേക്ക് അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചാലും ആൾ റെഡിയായിരുന്നു. അന്ന കാലത്ത് ഓഫീസിലാണെങ്കിലും ലാബിലൊരു ആവശ്യം വന്നാൽ, പുറത്ത് കോളേജിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ വന്നാൽ, മൈക്കാണോ മറ്റെന്ത് സെറ്റിങ്സാണോ അവിടേക്കൊക്കെ ഹീസ് റെഡി. അപ്പോൾ അങ്ങനെ എപ്പോഴും ആർക്കും സംലഭ്യനായിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾക്കും ഞങ്ങൾ ഒന്നുചേർന്ന് ഈ സമയം നന്ദി പറയുകയാണ്. ഒപ്പം അപ്പച്ചനോടും കുടുംബാംഗങ്ങളോടും മറ്റോരോരുത്തരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും ചുമ്മാതിരിക്കരുത്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഒരുപാട് നല്ല കഴിവുകളുണ്ട്. അതൊക്കെ ചെയ്ത് നന്മ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന, അവസാന നിമിഷം വരെയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ വായിച്ചു കേട്ട പോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ ഉണ്ടാകും. അത് യൂസ് ചെയ്താൽ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല കർഷകനാണ്. അത് മറന്നു ഇതാ. ഇവിടുന്ന് ചെന്ന ഉടനെ പറമ്പ് കളക്കലും വെള്ളം തിരിക്കലും ഒക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ശാന്തിക്ക് പോകുമ്പോൾ കാണാം പണ്ട്. പക്ഷേ അപ്പോൾ അതൊക്കെ കർഷകനാകാന്ന് പറയുന്നതിന് ഇന്ന് നമുക്ക് ഒരുപാട് നന്മയുള്ളതാണ്. എനിക്കത് ഓർക്കുമ്പോൾ നമ്മുടെ കർഷകരെക്കുറിച്ച് ദുഃഖമുണ്ട്. 100 ചില്ലാനും ദിവസങ്ങൾ പിന്നിട്ട 150 ദിവസമായി എനിക്ക് തോന്നുന്നു കർഷകർ സമരം ചെയ്യുന്നവർ. അവരെയും കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ പറയും, അവരുടെ അധ്വാനമാണ് ഇന്ന് നമ്മൾ സമൃദ്ധിയായി ഭക്ഷിക്കുന്നത്, എവിടെയും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ളവരോട് നമുക്ക് ആ ഒരു നീതിബോധം, ആ ഒരു ഉയർന്ന കാഴ്ചപ്പാട് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയും നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. അവരുടെ അധ്വാനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ഫലം അവർക്ക് കിട്ടാൻ വിധത്തിൽ, അവരോട് നീതി കാണിക്കാൻ വിധത്തിൽ ഉന്നതമായ അധികാര തലങ്ങളിലും അതിനുള്ള ഒരു സ്റ്റെപ്പ് അതിനുവേണ്ടി എടുക്കാനുള്ള. കോവിഡ് വന്നപ്പോൾ മിക്കവരും കൃഷി ചെയ്തിട്ട് സാധിക്കുന്നിടത്തോളം കൃഷി ഒരുത്തിൻ്റെ ഉണർന്ന് പ്രക്ഷോഭിക്കാൻ ലോകത്തിന് മുഴുവൻ്റെ മുമ്പിൽ സെയിൻറ്റ് ജോസഫിൻ്റെ മക്കൾ, സെയിൻറ്റ് ജോസഫ് ഡിഫറെൻറ്റ്. She always makes time. Hectic schedule never stopped. She had the privilege to avail all her leaves. This whole year she kept telling us that she is going to take a long leave, and yet you could find her in the college even on Saturdays, even before the government came up with the order. The conduct of semester exams during pandemic highlights her meticulous organizational skills. Her friendly nature within and without St. Joseph's draws people to her, and they wholeheartedly succumb even to the drudgery of paper valuation. She calls and they come with their friendly banter, a true mark of the respect rightfully earned. Her level of commitment to her students is very much visible in their approach towards her. They flock to her as bees to honey. The presence of students from 98-89 batch to 2020 from various time zones and parts of the world during the alumni meet organized by the department is a testimony of the presence she has carved in the heart of her pupils. All these achievements that I just mentioned, the records do show and prove. So of the records, who is she? I asked thy friends, what do you mean to them? And thus they replied, a horizontally blessed, as she calls herself, bundle of pure joy, a friend par excellence, a confidant that the heart desires, a true daughter of nature. Sympathy oozes out of her, enveloping all creatures, begins small. A true believer whose faith never wavers, whose boundless compassion has touched infinite hearts. Patience, perseverance, politeness, she is all wrapped into one. I asked thy colleagues what they think of thee, and thus they replied, a considerate soul who listens to your woes and tries to ease your pain. Her immense energy and enthusiasm, even at the end of a day, is insane. A democratic leader who gives space for different thoughts to appear. Her kindness seeks no invitation to help those in despair. An exceptional mentor who corrects without hurting, a jovial soul who loves from her heart. Generation gaps are trivial matters to her. The way she bonds with others is something that we aspire.
I asked thy students what they think of thee, and thus they replied. The one whose face radiates the brightest smile in the world, the one who goes that extra mile to ensure the best for her wards. The one whose classes are a delight to be in, she transports us on the viewless wings of poesy. The one who leads from the front but always has our back, a teacher, friend, sister, mother, all rolled into one. She's an embodiment of elegance, enthusiasm, and perfection. Dear ma'am, we thank thee for all the love and support you have showered on us, for guiding us through difficult times, for all the fun-filled conversations which led to boisterous laughter, and for always being there for us. We seek your forgiveness for any pain that we might have unintentionally caused you, and for all the troubles that you had to go through for us. Over the 3 decades of this journey, you have created milestones in various spheres which shall be an inspiration and motivation to all of us to push ourselves ahead and strive for excellence. It's with a heavy heart that we bid you adieu, dear ma'am. The void that you leave behind will be a constant reminder of who you were and what you were to us. On behalf of Ms. Asha, Sergio, Sonima, Geeta, Anju Susan, Lynette, Anju, Deepa, Samina, Veena, and myself, I extend all the best wishes for your journey ahead. May I once again wish all of you a happy retired life. Fare thee well, my dear ones, fare thee well. Thank you. Thank you, Dr. Sujita, for those wonderful words. Let me invite Sister Jeslia, staff representative, to offer the felicitation. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, എല്ലാവർക്കും നമസ്കാരം. മഹാകവി ടാഗോർ വിശ്വപ്രസിദ്ധമായ ഗീതാഞ്ജലിയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: കരുത്തുറ്റവയാണ് ഈ ബന്ധങ്ങൾ, അവ ഭേദിക്കുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഹൃദയം നോവുന്നു. അതെ, ടാഗോറിൻ്റെ ഈ വാക്കുകൾക്ക് ഈ സമയം ജീവൻ വയ്ക്കുന്ന പോലെ. സെൻറ് ജോസഫ്സ് കലാലയത്തിൻ്റെ ഒറ്റമരത്തണലിൽ നിന്ന് ഈ വർഷം 3 പേരുകൂടി വിട പറയാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവരോട് നന്ദി എന്ന ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. എല്ലാ അറിവിനേക്കാളും വലിയ അറിവ് ദൈവ അറിവാണ് എന്ന വിശുദ്ധയായ മറിയം ത്രേസ്യായുടെ ജീവിത ദർശനത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ കലാലയം. ഭൗതികമായ അറിവിനോടൊപ്പം ദൈവ അറിവും പകർന്നു കൊടുക്കുവാൻ നാം എന്നും ശ്രദ്ധയുള്ളവരാണ്. ഏറെ ചുറുചുറുക്കും സന്തോഷവും പ്രസന്നമായ മുഖവും എല്ലാവരോടുമുള്ള ശ്രദ്ധയും പരിഗണനയും ഉത്തരവാദിത്തങ്ങളോടുള്ള സമർപ്പണവും എല്ലാം സ്വന്തമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മിസ് ഷാലി, ഇനിയുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകട്ടെ എന്നും ജീവിതത്തിലുടനീളം ദൈവം കരം പിടിച്ച് നടത്തട്ടെ എന്നും സ്നേഹപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിടിച്ചു വച്ചതൊന്നും അങ്ങനെ ഓർമ്മയാകാറില്ല. പക്ഷേ പങ്കുവെച്ച് തീർന്നതൊക്കെ പലർക്കും നല്ല ഓർമ്മകളാണ്. ഒന്നും സ്വന്തമെന്ന് കരുതാതെ എല്ലാം പങ്കുവയ്ക്കുന്ന വലിയ മനസ്സിന് ഉടമയാണ് നമ്മുടെ ഡേവിസ് ഏട്ടൻ. തൻ്റെ സമയം, തൻ്റെ ആരോഗ്യം, സന്തോഷം എല്ലാം മറ്റുള്ളവർക്കായി പങ്കിടാനുള്ള വിശാലമായ മനസ്സ് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ഓഫീസിലെയും ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും കമ്പ്യൂട്ടർ സംബന്ധമായ ഏതു പ്രതിസന്ധിക്കും ഉടൻ പരിഹാരമായി ഡേവിസ് ഏട്ടൻ ഓടിയെത്താറുണ്ട്. ഡേവിസ് ഏട്ടൻ്റെ പിതാവ് പൗലോസ് ഏട്ടൻ്റെ കാലം തുടങ്ങി ഈ കുടുംബം നമുക്കെന്നും പ്രിയപ്പെട്ടതാണ്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കി
പടിയിറങ്ങാൻ ഒരുങ്ങിയിരിക്കുന്ന ഡേവിസ് ചേട്ടൻ്റെ ഭാവി ജീവിതം കൂടുതൽ നന്മയുള്ളതാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും ഏറെ സ്നേഹിക്കുന്ന ഡേവിസ് ചേട്ടന് പറമ്പും പാടവുമെല്ലാം നന്മയായി മാറട്ടെ എന്നും ആയുസ്സും ആരോഗ്യവുമുള്ള ഒരു ഭാവി ജീവിതം ഒരിക്കൽ കൂടി ആശംസിക്കുകയും ചെയ്യുന്നു. അസ്തമയ സൂര്യൻ യാത്രാമൊഴി ചൊല്ലുന്ന സമയത്ത് ചോദിച്ചു, എനിക്ക് മടങ്ങണം. ഈ ഇരുണ്ട രാത്രിയിൽ ആർക്കാണ് അല്പം പ്രകാശം നൽകാനാവുക? ആരും മുന്നോട്ട് വന്നില്ല. അവസാനം ഒരു മിന്നാമിരങ്ങ് തയ്യാറായി വന്നു. എല്ലാവരും കളിയാക്കി ചിരിച്ചു. അപ്പോൾ സൂര്യൻ പറഞ്ഞു, നന്ദി മിന്നാമിരുങ്ങേ, നിനക്കാവുന്നത് നീ ചെയ്യുക. ആ മനസ്സാണ് വലുത്, ബാക്കി ഉടയവനെ വിടുക. മിന്നാമിനുങ്ങിനെ പോലെ ദൈവത്തിന് വേണ്ടി പ്രകാശം പരത്തുന്ന ഒരു പ്രകാശമാർന്ന സമർപ്പണ ജീവിതം നയിക്കുന്ന സിസ്റ്റർ ബീന, തന്നിൽ നിക്ഷിപ്തമായ വലുതും ചെറുതുമായ ഉത്തരവാദിത്തങ്ങൾ അർപ്പണ ചൈതന്യത്തോടെ ചെയ്തു തീർക്കുന്ന വലിയ മനസ്സിൻ്റെ ഉടമ. എത്ര പ്രയാസമേറിയ കാര്യമായാലും അത് തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുക്കുവാനുള്ള സന്നദ്ധത. ഔദ്യോഗിക ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ സിസ്റ്ററിന് അഭിമാനിക്കാം, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിച്ചുവെന്ന്. ഒരു സമർപ്പതയെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് ലൈഫ് മറ്റൊരു ഉത്തരവാദിത്വപൂർണമായ ജീവിതത്തിലേക്കുള്ള ജനനമാണ്. സുപ്പീരിയർ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയ മേച്ചിൽ സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സിസ്റ്റർ ബീനയ്ക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വരും കാലങ്ങളിൽ കൂടുതൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ തൻ്റെ കർമ്മനിരതമായ ജീവിതം തുടരുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മിസ് ഷാലിക്കും ഡേവിസ് ചേട്ടനും സിസ്റ്റർ ബീനയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മേരി പാസ്റ്റമ്മയുടെ ഒരു ചെറിയ ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ന് അമേരിക്കയിൽ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോമോ നിങ്ങൾ കണ്ടു കാണും. ചിലപ്പോൾ മാർച്ച് 25 വിട്ടിട്ടുണ്ടായി, നമുക്കൊക്കെ ഇതിനകത്തുണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോന്നറിയില്ല. അപ്പോൾ ഇന്നലെ അമ്മ വിളിച്ചു പറഞ്ഞു അത് റിലീസ് ചെയ്യുന്ന ഇന്ന് അമേരിക്കയിൽ. ഇംഗ്ലീഷാണ് അത്. നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഭിനന്ദിക്കാം അമ്മയെ. ഇത്രയും പ്രായത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂ. അപ്പം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അത് പറയാനായിട്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ റോസ് ബാസിന് ഇരിപ്പുണ്ട്. ഞാനങ്ങനെ ആരെയും പെട്ടെന്ന് പറഞ്ഞില്ല. സിസ്റ്ററാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ കൗൺസിലർ കൂടിയാണ് ഇവിടുത്തെ. നമുക്കറിയാവുന്ന പരിചയമുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ ആൾ തന്നെയാണ് സിസ്റ്റർ. പ്രത്യേകം ഞാൻ അങ്ങനെയൊന്നും അങ്ങോട്ട് സംബോധന ചെയ്തില്ല. പക്ഷേ എന്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത് സിസ്റ്ററിനെ പ്രത്യേകം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന്. സോറി. അപ്പോൾ ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ഓൾ. Thank you, Sister Jeslia, for those words of lyrical beauty. The stage is now open to the audience to speak a few words on the retirement of our beloved Shalimis, Sister Beena and Davis Chatton. Dear Reverend Sister Principal, Sister Asha, our respected manager, Sister Ranjana, dear retirees, and my dear friends. This morning, when I stepped inside the chapel, I seemed to be transformed into a different world. Peace seems to be descending upon me. Some heaviness has gone out of me. The ambience, the beautiful flower arrangement, the music, and the prayer propelled by the force of love, by the power of love. Now, it all brought a lot of memories. And I think I got that feel of
being part of the Josephite culture, Josephite family. And I'm happy these traditions still hold good. Keep it up. Now, sometimes, anyhow, I would not digress. I'm tempted to digress, but it is getting delayed. And I feel already the colleague from the Department of English has exhausted all that I had to say. She had, in her own typical literary style, brought forth a lot of encomiums, eulogies, which Shali rightly deserves. I am glad that I am able to come here today and express the thoughts of love, appreciation, and gratitude to all these three beloved colleagues and friends. I was afraid I would miss it due to the pandemic. Dear Shali, dear Davis, and dear Reverend Sister Beena, we owe you a lot, and you mean so much to us. We would have missed it if I couldn't do it. Whenever I think of Shali, my old heart is filled with so much of love for all that she has been to me all these years. Both Shali and Asha, the youngest in the department, were like two props supporting me when I was working here, never allowing me to falter. They would respond to all my needs very fast. And even they made sure that everything worked out well for me. That readiness to work, to go that extra mile, to keep everything in order. Now, Shali, when I think of Shali, every department meeting, every function, every celebration had that unique Shali touch, which makes it more attractive, more decorative, more fun-filled, and more glamorous. Thank you, Shali. Now, God had a very good program for Shali. When he was chalked out Shali's journey of life, at an early age, she got training on another side of the globe in Nigeria, trained by the best English teachers who speak native British accent, so that it could be useful to the students here in St. Joseph's College. That is very strange, the way God was programming her life. And Shali, actually I had written down anything because I don't trust everything. I don't trust my memory. I thought I would be able to speak from my heart, but then I am forgetting the points. So I thought I would speak so that the time is not wasted. Now, she is as she had already mentioned, all those things I don't want to repeat. She is a much sought after teacher, loved by her students, though very sensitive and easily prone to tears, especially at the sufferings of others. With great inner strength, she can rise up to any tough situation with ease, without allowing herself to be the hostage of expectations. It's a very recent term I have come across in a remark made by Pope Francis, and I thought I would use it here. We all have a tendency to become hostages of our expectations. She never allows herself to be that. You know what it means? This is the interpretation I got. Now, when our expectations are shattered, we have a tendency to withdraw into our own shell, never accepting life joyfully with its contradictions and frustrations. We become prisoners of our expectation, which would prevent us from making a steady progress. Shali never did that. I have always marveled at the way she had balanced, she had tackled with ease and dignity
the delicate balancing of the family and the career dynamics with all its complications. Now, there is an underlying graciousness in her dealing with events and people. That is a characteristic of Shally. She's so gentle, soft-spoken, and not only that, that love is exuding out of her. And I have always noticed that, and I have always enjoyed that. Her father, Professor Andapan, was my husband's teacher, and he always used to speak very fondly about him, because it was he who had made him hold the hockey stick and gave him the confidence to hold the hockey stick and to play the game, though he did not play it much afterwards. And he himself, in his own right as an excellent teacher and a good human being, had a great influence in grooming Shally and making her to be what she is today. I am glad that she is planning to continue her teaching career in a limited manner. God bless you, dear Shally, and your family and all your dear ones. Thank you. Reverend Sister Beena, silent, serene, and smiling, always makes loving enquiries about Rohit, my son, because she had been her teacher. And I always enjoy that concern she has for us. And dear sister, thank you and God bless you. Davis is always there on every important occasion with his ready to serve smile. Their kind, I would like to repeat this, I hope you would listen to this, their kind of involvement is what makes St. Joseph's a family, a second home, not merely a workplace where people come and go. So please keep it up, and thank you for giving me this opportunity to speak. Love you. Thank you, Ms. Mary Antio, for that sensitive portrayal of Ms. Shally, Sister Beena, and Davis Judd. Good morning, everybody. Reverend Sister Ranjana, Sister Principal, Sister Beena, Davis, and retired principals, Sister Marietta, and Mother General, my own student, Sister Annie Kuriakos, and there are so many here. I hope I've not made any mistake. Mr. Vanshia, I can't see everyone from here, and my head of the department, Sister Mary Antio, my colleagues, the present Shally, who is going to retire, and all my friends here, that would be better. And I'm very thankful for this opportunity. And I just can't go away from here without saying a few words about the dear ones. It's quite long ago, if I say, a young little girl stepped into the Department of English, bringing with her fun and laughter into the already jovial and hilarious Department of English, which was full of wit and wisdom, I must say. I remember her so sparkling eyes. I remember that guileless laughter. I would say the guileless laughter, which is very hard to find during these days. And I think that was her trademark.
the gentleness, and as Mary Antio said, the graciousness. That was handmaidens of Shally. You can never remember a frown, to tell you frankly, or a rude remark made by Shally, because that was never her cup of tea. She was out to please everybody, so full of understanding. I mean my words when I say she was so full of understanding, and that solved almost every problem. And as years passed by, the mantle of the stalwarts of the department heads, like Sister Mary Pastor, Mrs. Mary Tamban, Mrs. Meenakshi Tamban, Mrs. Mary Antio, that mantle fell upon her quite naturally. And she took it up very casually, I must say. And it was a wonder to see that little David encountering the Goliath in her way, the Hydra-headed problems that came her way. She could easily deal with all of them with her gentle laughter. And I think that really marshaled a very good response, a positive response from all her colleagues and all her friends and the students alike. I've always sometimes wondered to see the little Shally surrounded by tall, stout students. And when you see a crowd of all these students and you search what are they about, you find a small little figure standing in between, laughing and talking to all of them. It's really a magic that only Shally knows, to wield the wand of that magic. Only Shally knows. And I find there have been so many students who remember her still with so much love and gratitude. And Shally had a way. And I think she knew each one individually and separately. And she knew how to get into their hearts. And she would tread very softly, for she knew that she was treading on their dreams. And I used to remember that famous saying, tread softly because you are treading on my dreams. That is what Shally used to do. But the picture that I carry of Shally in my mind is of a perfect duo, of a father and a daughter. Professor Anthapan, who would simply make his appearance all on a sudden, surprising even Shally herself. He would be a sudden visitor in the for Shally. And Shally used to wonder what made him come here. But then, to see them together, walking in the compound of St. Joseph's, both of them so hearty and so loving, and you would find who's enjoying more. Is Shally enjoying the company of her father more, or is the father indulging in the love of his daughter? They were a perfect duo, and I believed that, with all respects to her mother, I believed that Shally is more her father's daughter than her mother's. And that gentleness that Professor Anthapan had is what Shally has inherited, I believe. So I feel, the students used to say that Shally is, as once again I repeat, her words are so gentle, so tender. There's a comparison to how she speaks. They say her words fall so gently upon their ears as ice cream melts deliciously on your tongue. That is what they say about her classes. I've heard many compare her words to ice cream melting on you so deliciously on your tongue. And on this occasion, I wish Shally a very bright future, I must say. She's never tired, and she's not going to be tired for many, many years, although she wants to take a very long, long leave. I wish her all the best, and may God keep her close to his heart. And Reverend Sister Beena, she's a figure I will never forget. She's so approachable,
When you go to that office, she is there to help you. You feel so comfortable when you go to her and talk your issues. And I hope that will lead her all through the life and bring her more friends and more blessings also from the Lord. Wish you all the best, Sister Veena. And Davis has made us aware that little things matter most. He's a person of the little nameless, unremembered acts of kindness and of love. Many a time we have been panicking in the department when there has been a loss of electricity or some minor problem. And none of us are tech savvy, and we all wish that he had been there at that moment. And as we had wished, Davis used to come and all the technical problems used to be solved. I quite often remember him whenever certain things in my house want to be repaired. And on this occasion, I wish you, dear Davis, all the best, and may God keep on blessing you always. I thank each and every one for giving me this opportunity to speak a few words. Thank you, everyone. It's been very nice seeing all of you, and it's been a quite long time I've been here on this podium addressing all of you. Thank you once again. Thank you very much, Ms. Vimala, for reliving a glorious past from the rich annals of St. Joseph's legacy. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ ആനീസല്ല, സിസ്റ്റർ ആശാ തെരേസ്. ആനീസ് ഞാൻ വിളിക്കാൻ കാരണമുണ്ട്, എൻ്റെ ക്ലാസ്സിൽ നിന്നിരുന്ന കൊച്ചുകുട്ടിയാണ് ആനീസ്. ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് എന്നെയും പഠിപ്പിച്ച വിഷയവും നോക്കിയിരുന്നത് ഞാനിപ്പോഴും ഒരു എന്താ പറയുക, ഒരു യങ് ടീച്ചറിനെ പോലെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസിപ്പളൊക്കെ ആയി. ഈ പ്രിൻസിപ്പളിൻ്റെ ഭയങ്കരമായ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കളമശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ വരണ കാര്യം പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കൂടി തല്ലിയില്ല. അത്രയേ ഉള്ളൂ. മഠത്തിലുള്ളവർ ഒരു സ്ഥലം വരെ പോകണത് ഇവിടെ അടുത്തങ്ങനാണോ? ശരിയാണ്. പക്ഷേ എനിക്കൊരു 4 പ്രാവശ്യമെങ്കിലും എന്നെ വിളിച്ചു അല്ലേ? ഒരു 4 പ്രാവശ്യമെങ്കിലും സിസ്റ്റർ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നിർബന്ധം കൊണ്ടപ്പോൾ വിചാരിച്ചു അടുത്ത പോലെ ഇനി പറ്റിയില്ലെങ്കിലോ, അപ്പോൾ ഈ കൊല്ലത്തെ ചാൻസ് ഉപയോഗിച്ചേക്കാമെന്ന് ഞാൻ കരുതുകയാണ് ചെയ്ത്. ആദ്യം തന്നെ അതിന് നന്ദി പറയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ പരിചയമില്ലാത്ത മുഖങ്ങളാണ് അധികം എന്ന് തോന്നുന്നു. ഇവിടെ വന്നൊന്ന് സംസാരിച്ച സിസ്റ്ററിനെ പോലും ഞാൻ അറിയുന്നില്ല. മോളുടെ പേരെന്തെന്നാ? ഗ്രസിയ. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? ഓഫീസാണ്. അത്രയ്ക്കും അപരിചിതമായി തുടങ്ങിയ ആളുകൾ. സിസ്റ്റേഴ്സിനെങ്കിലും അറിയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ പരിചയമില്ലാത്തൊരു മുഖം കണ്ടതാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഡേവിസിൻ്റെ കാര്യം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആദ്യമായിട്ട് ഓർത്തത്. ഈ ഡേവിസ് ഇല്ലാതിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ഞാനിപ്പോൾ ആലോചിക്കുക. ഡേവിസിനെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡേവിസിൻ്റെ അപ്പച്ചൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൗലോസേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു. കാര്യം അന്ന് മെച്യൂരിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിപ്പം ഇത്രയും ഇടുപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു, എന്നെ തന്നെ വിളിച്ചിട്ട് പൗലോസേട്ടൻ പറയും, എൻ്റെ മോനെ നോക്കിക്കൊള്ളോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവനിനി ഞാൻ നോക്കണോ? അതായത് അവൻ തന്നെ നോക്കാൻ വേണ്ട പ്രായമായല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരംഭിച്ചതാണ് ആ ബന്ധം. ഇടക്കാലത്ത് വെച്ച് ഞാൻ പോയതോടുകൂടി എന്തോ ഒത്തിരി പിന്നെ അങ്ങോട്ട് അധികം വർത്താനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നോട് ഇവിടെ കയറി വന്നപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, മാസ്ക് മാറ്റി സംസാരിച്ചോളൂന്ന്. മാസ്ക് മാറ്റി സംസാരിച്ചാൽ പല പ്രശ്നമുണ്ട്.
നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് അറിയില്ല, ഒരു പ്രായം കഴിയുമ്പോൾ പല്ലൊക്കെ കൊഴിയും. പല്ല് കൊഴിയുന്നതൊന്നും മാസ്ക് വെച്ചാൽ ആരും അറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മുരിങ്ങാക്കോലും ചക്കക്കുരും പരിപ്പും കൂടി ഞങ്ങളുടെ ചേച്ചി ഞങ്ങൾക്ക് വെച്ച് തന്നു. നല്ല രസമായ കറിയായിരുന്നു. ഞാൻ നിങ്ങളെ ആ കറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അത് മുരിങ്ങാക്കോൽ എനിക്ക് ഇഷ്ടമുള്ളതാണ്. പ്രത്യേകിച്ച് ഇളയ മുരിങ്ങാക്കോലാണെങ്കിൽ കടിച്ച് കീറി തിന്നാൻ നല്ല രസമാണ്. അത് മുരിങ്ങാക്കോലിന് ഇത്രയും ശക്തിയുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എൻ്റെ ഒരു പല്ലുമ തൊട്ടതോടു കൂടി ഒരു പല്ല് പോന്നു. അപ്പോൾ അവർ പറഞ്ഞു, നാളെ ഒരു സ്ഥലത്തും പോണ്ട, പല്ലില്ലാണ്ട് എങ്ങനെ പോകണമെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, പല്ലില്ലാണ്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി മാസ്ക് ഊരാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു തടയാണെന്ന് കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല്ലില്ലെങ്കിലും പലതും ഇല്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളും മാസ്ക് കൊണ്ട് മൂടിക്കളയാം. അപ്പോൾ ഡേവിസിൻ്റെ അന്നത്തെ ആ രീതികളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും പടച്ചു കയറാനൊരു ആൺകുട്ടിയുണ്ട്, ഇല്ലേ? അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഓഫീസിലേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അല്പം വിഷമമുണ്ടായിരുന്നെങ്കിലും അവന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡേവിസിനെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു സ്നേഹം ഇല്ലേ എന്ന് ചോദിച്ചാലില്ലേ? ഇല്ലേ? ഉണ്ടെന്ന് പറ. ബീനെക്കുറിച്ച് ഓർക്കുകയാണ്. എല്ലാവരുടെയും എല്ലാ കണക്കും ബീനയ്ക്ക് കാണാപ്പാടറിയാം. എല്ലാം അറിയാം. സാമ്പത്തികമായിട്ടുള്ള അവരുമായിട്ടുള്ള ഇടപാടുകളിൽ സകലതും അറിയാം. ഒരു തടസ്സം കൂടാതെ അറിയാം. നന്നായിട്ട് ചെയ്യാനും അറിയാം, ചെയ്യിപ്പിക്കാനും അറിയാം, പറഞ്ഞു കൊടുക്കാനും അറിയാം, സംസാരിക്കാനും അറിയാം, ചിരിക്കാനും അറിയാം, നന്നായിട്ട് ഡീൽ ചെയ്യാനും അറിയാം. ഇതിൽ പരം ഒരു ഗുണം ആർക്ക് എന്തിനു വേണം? ബീനെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്നോട് ഒരുപാട് എന്താ പറയുക, അടുപ്പം സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിൻസിപ്പളായിരുന്നപ്പോൾ ഒന്നും ഒരു വിഷമവും എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല ബീനെക്കുറിച്ച്. ചിലരെക്കുറിച്ച് ഞാൻ വിചാരിക്കും, ശരിക്കും ചെയ്യാവോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ ഒരുവിധം എല്ലാവരും തന്നെ ഭംഗിയായിട്ട് ചെയ്തിരുന്നതാണ്. അതിലൊരു പക്ഷേ ബെസ്റ്റായിട്ട് ചെയ്തിരുന്നത് ബീനയല്ലേ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. ബീനയ്ക്ക് ഒത്തിരി നന്ദി. ഇനിയുള്ളത് ഷാലിയാണ്. ഷാലിയുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ സിസ്റ്റർ ഫ്രാങ്കോയിലായിരുന്നു മഠത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കൊച്ചുകുട്ടീനെ പിടിച്ച് വെച്ചേക്കാണോ എന്ന് ചോദിച്ചു. ഒരു കൊച്ചുകുട്ടീനെ പിടിച്ചിട്ടാണോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതെന്നറിയാമോ, അത് കൊച്ചുകുട്ടിയൊന്നുമല്ല, അതിന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. പൊക്കത്തിരി കുറവുണ്ടെന്നുള്ളൂ എന്ന് പറഞ്ഞു. പൊക്കത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂന്നും. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നമാണോ? ഒന്നുമല്ല. നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുള്ളത് ഒരു കാലത്ത് ഇങ്ങനെ കല്യാണങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം, അങ്ങനെയല്ലേ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കുറവുകളൊക്കെ ഉള്ളത് പിന്നീട് ദോഷം ചെയ്യും, അതുകൊണ്ട് ഇപ്പോൾ എടുക്കേണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ ശരിക്കും തോന്നും. പക്ഷെ ഒന്നുമില്ല. ആ വ്യക്തിത്വം വളർന്ന് വികസിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇവിടെ ഒത്തിരി പേര് പല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും സമയം ഒരുപാട് ഇല്ലാത്തതുകൊണ്ടും ഞാൻ അധികം പറയുന്നില്ല. എങ്കിലും ഷാലിയെ കണ്ടാലേ ചിരിക്കാത്തവർ ചിരിക്കും, ദുഃഖമുള്ളവരുടെ ദുഃഖം മാറും, അവരെ സന്തോഷിപ്പിക്കും, ആശ്വസിപ്പിക്കും. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഒരു ചേച്ചിയുണ്ട്. പലരും അറിയും, ഇവിടെയുള്ള പലരും അറിയാളെ. ഞങ്ങൾ ആ ചേച്ചീനെ ചേച്ചമ്മ എന്നേ വിളിക്കുക. അപ്പോൾ ഷാലിക്ക് ഇന്ന് ഞാൻ ആ പേര് കൊടുക്കുകയാണ്, ചേച്ചമ്മ. ഒരു ചേച്ചമ്മയാണ്. പലർക്കും ചേച്ചിയാണ്, പലർക്കും അമ്മയാണ്. അതുതന്നെ ഒരു ടീച്ചറുടെ നല്ല ലക്ഷണമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നിങ്ങളാരും വെറുതെ ഇരിക്കേണ്ട പ്രായമല്ല, വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്നും എനിക്കറിയാം. എന്നാലും കൂടുതൽ പൈസ സമ്പാദിക്കുക എന്നുള്ളതിനേക്കാളും രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു, മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു, സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ചിന്തിച്ച് ഒരു ചെറിയ പ്രോഗ്രാം നിങ്ങളിതിനെക്കുറിച്ച് ഇടുന്നത് നല്ലതാണ്. കാരണം ദൈവം നമ്മയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനിയും ചെയ്തു തീർക്കാനുള്ള അനവധിയായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. ഇനിയും ചെയ്തു തീർക്കാനുള്ള
നിരവധിയായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്തു തീർത്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കടമ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും. അത് ഏത് ജാതി ആയാലും ഏത് മതമായാലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കൊണ്ട് ഇനിയും സ്നേഹവും സഹകരണവും ഒക്കെ മറ്റുള്ളവർക്ക് ലഭിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയിട്ടുണ്ടാവും ഈ നേരം കൊണ്ട്. ഇല്ലെങ്കിലും ഇനിയെങ്കിലുമുള്ള സമയത്ത് ഒരുങ്ങി തയ്യാറെടുത്തതിന് വേണ്ടി മുന്നോട്ട് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. പണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഉറപ്പായിട്ടും. കാരണം പണ്ട് അതിനൊരു ക്രമമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ ക്രമമൊന്നും ഉണ്ടാവില്ല. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ. ബീനക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പണിയുണ്ടാവും. ഓരോരുത്തരെ സമാധാനത്തിലാക്കി ഓരോരുത്തരെ സമാധാനത്തിലാക്കി അവരെ സന്തോഷിപ്പിച്ച് അവരുടെ ജോലിയിൽ അവരെ സഹായിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നടക്കലാണ് ഒരു സുപ്പീരിയറിൻ്റെ ജോലി. എളുപ്പമുള്ള ജോലിയൊന്നുമല്ല. തന്നത്തെ അതൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട്, പക്ഷെ വേറെ ആളെ കൊണ്ട് അത് ചെയ്യിക്കാനായിട്ട് അത്ര എളുപ്പമില്ല. അപ്പോൾ ബീനെ ബെസ്റ്റ് വിഷസ് ടു യു. ശാലി മക്കളെ നോക്കി ഭർത്താവിനെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. ഡേവീസ് എന്ന കുഞ്ഞുമോൻ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുമോനെ എല്ലാവിധ ബെസ്റ്റ് വിഷസും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സിസ്റ്റർ ആഷയ്ക്ക് എന്നെ ഇത്രയും നിർബന്ധിച്ച് ഇവിടെ എത്തിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഈ അടുത്ത കൊല്ലം ചിലപ്പോൾ കാണില്ല, 1-2 കൊല്ലമായി കണ്ടിട്ട് പലരെയും അറിയാതെയായി തുടങ്ങി. അപ്പോഴൊക്കെ ഒരു വിഷമമുണ്ട് മനസ്സിൽ. എന്നാലും വരാനുള്ള ചാൻസ് കിട്ടിയതിന് ഒത്തിരി നന്ദി. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ദൈവം നിങ്ങളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വരാനിരിക്കുന്ന ഈസ്റ്ററിൻ്റെ സന്തോഷം എല്ലാവർക്കും നേരുന്നു. എൻ്റെ പല്ല് കാണാനൊന്നും ആരും വന്നേക്കരുത് കേട്ടോ. Thank you, Sister Marietta, for that cherishing, informal and thought-provoking speech. Now, let's listen to a short speech by Dr. Rani Paul Uken, former Head Department of English, dedicated to the retirees. Respected Sister Principal, dear retirees, and my dear friends. I said yes to Asha when she invited me to the send-off. I was ready to come, but then my son and his family arrived earlier than expected for Easter, so I have decided to be in a state of self-imposed quarantine. Forgive me for my absence, and thank you for hearing me out. Let me begin with a cliché. Not about how the sands in the hourglass has flowed too fast, but simply that how time flies. It seems like yesterday that I myself was on stage on my own send-off day. And now 3 dear colleagues who seem to have stepped into the campus as if on the day before yesterday are stepping out. Are they really of the retiring age? I cannot claim to be the closest of their friends, but I do believe that there is an undeniable bond of attachment between me and each of them. Let me begin with the minority member of the threesome, the still dashing and debonair gentleman Davis. He was always the silent presence in the college office, I felt, in spite of his booming voice. A master of all trades, he excelled in whatever he did. He was an extremely skilled electrician, a highly competent computer expert, a very proficient ministerial office staff, serving the college beyond the duty hours ungrudgingly. But more than that, he was a friend indeed to many in need. There is no request of mine that he has turned down. Often he has gone out of the way to be of help, I remember. Thank you, Davis, for the errands you ran for me and for many others. Dear Davis,
Retirement does not suit you. So keep going. You have it in you to do much, much more. Sister Veena, the serenely beautiful handmaiden of the Lord, has on several occasions taken me by surprise. Most of the time I saw her, she was bent on her ledgers, deep in concentration, unaware of anything that went around her. Sometimes I watched her standing wrapped in contemplation on the office veranda, basking in the sights and sounds of the college campus. And she always found time to visit her Lord in the chapel. Sister Veena was closely and caringly interested in the welfare of my family, remembering everyone by name and asking after their whereabouts and matters. My brother has told me several times about the ties Sister has established with the people of Edakulam, my birthplace, where she was the superior of the Holy Family Convent for a time. And I know that she has taken a genuine interest in the families in the neighborhood of the college as well. Dear Sister Veena, be happy and healthy and peaceful in the retired phase of your life. Keep up your philanthropic concern for humanity for as long as you can. More than once in recent years, I have described Shali as a little bundle of dynamite. In the early years, when she first came to the department, so petite and pretty, so polite and well-mannered, I never guessed that she contained such potential power in her. How she has metamorphosed in the course of time into a highly capable and beautiful woman is truly wonderful. I think no words can do full justice to Shali. Her sprightliness, her charm, her gentleness, her sensitivity, her sensibility, her daredevilness, her love of decor, her artistic sense, her homeliness, her sense of adventure, her loyalty. Oh, I think I can go on and on, but I better leave some for others to enumerate. Shali, I envy you many of your qualities, especially the rapport that you have established with your students. I cherish fond memories of the journeys we have made together and the shopping sprees we have enjoyed. I still marvel at some of the stories of your life that you have narrated, how as a teenager you have traveled across half the globe, all alone, that too in times when flights were so few and far in between. How you had to take long transits and how you enjoyed every minute of it. Your narration of the pillar ride that you undertook in Hyderabad, where you landed on a Hartal day, is too adventurous, but I believe you, because I know that your small frame packs a punch. There is confidence in you to tackle any situation and a determination to cross over any hurdles to reach your destination. I think I must also say that I need to take lessons from you in piety and prayer and faith in God. Shali, I must stop before somebody asks me to. So it is goodbye for now. Thank you, Shali, for the solid support you gave me during my tenure in the department. May you continue to be as you are, only better, if that is possible, and more beautiful. Oh, that is possible with age. I have no doubt you will excel in whatever is in store for you, just as you always have.
Dear Davis, dear Sister Beena, and dear Shali, thank you for everything you did in the past, and good luck to everything you will do in the future. May God bless you abundantly. Thank you, Sister Principal, the Staff Association, the Send-Off Committee for giving me a chance. And thank you, every one of you, especially the retired loved ones, for your patient listening. Thank you. Thank you, Ms. Rani, for your serene words. A warm good morning to one and all. നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 30 ഒത്തിരി സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ സമ്മിശ്ര വികാരങ്ങൾ ചേരുന്ന ഒരു ദിവസമാണ്. ഞാനിവിടെ സർവീസിലായിരുന്നപ്പോഴും ഈ ദിവസം ഒരുപാട് കാത്തിരിക്കാറുണ്ട്. കാരണം എന്നെ പഠിപ്പിച്ചു പോയ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ എത്തുന്ന ദിവസമാണല്ലോ. ഞാൻ പ്രീ ഡിഗ്രി മുതൽ ഈ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ അധ്യാപകരൊക്കെ എത്തിച്ചേരും, അവരെയൊക്കെ കാണുക എന്നുള്ള വലിയ സന്തോഷം ഇവിടെ ഫാക്കൽറ്റി മെമ്പർ ആയിരുന്ന കാലത്ത് തൊട്ട് എനിക്കുണ്ട്. അതോടൊപ്പം ദുഃഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കിട്ട് ജീവിച്ച കുറച്ച് പേര് പിരിഞ്ഞു പോകുന്നു എന്നുള്ള വലിയ ദുഃഖം. അപ്പോൾ മുൻകാലങ്ങളിൽ എൻ്റെ അധ്യാപകരാണ് പിരിഞ്ഞു പോയിരുന്നത് എങ്കിൽ പിന്നീട് എൻ്റെ ഒപ്പമുള്ള കൊളീഗ്സ് പിരിഞ്ഞു പോയി. ഇപ്പോഴും ആ സൗഹൃദ കണ്ണികളിലെ അവസാന കണ്ണികൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിലിരിക്കുന്ന മിസ് ഷാലി അന്തപ്പൻ, സിസ്റ്റർ ബീന ഡേവിസ്, ഇവർ 3 പേരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. മിസ് ഷാലി വന്ന കാലം തൊട്ട് ഞാൻ വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുകയാണ്. ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് മിസ് ഷാലി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്നെ സിസ്റ്റർ ഫ്രാങ്കോ തന്നെ പരിചയപ്പെടുത്തിയെന്ന്, ആ വരുന്നത് നമ്മുടെ പുതിയ ടീച്ചറാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ടീച്ചറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ നിന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ ഒരു കൊച്ചു ടീച്ചർ കൂടെ അപ്പച്ചൻ അന്തപ്പൻ സാറ് അപ്പച്ചൻ കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമാണ് ക്യാൻറ്റീനിൽ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, കാരണം പൊക്കം കുറഞ്ഞൊരു മിസ്സ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ ടീച്ചേഴ്സൊന്നും അങ്ങനെ മുമ്പ് നമ്മുടെ മിസ് ആനി, ഹിസ്റ്ററിയിലെ മിസ് ആനി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നത്. പിന്നെ അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ മിസ് ഷാലിയാണ് അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ മുടി, മിസ്സിന് ഒരുപാട് മുടി ഉണ്ടായിരുന്നു നല്ല നീളത്തിൽ. ഇപ്പോൾ അത് കുറച്ചൊക്കെ പോയി തോന്നണു. അങ്ങനെ ഒരു കൊച്ചു മിസ്സ് നീണ്ട മുടി ലിപ്സ്റ്റിക്കൊക്കെ നല്ല ചൊടിയായിട്ടൊരാൾ നടന്നു വരുന്നു അപ്പച്ചൻ്റെ കൂടെ. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞു, സൗഹൃദം പങ്കിട്ടു. പിന്നെ ഞാനിവിടെ സെയിൻറ്റ് ജോസഫിലെ സുപ്പീരിയർ ആയിരുന്നപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഇടയ്ക്ക് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം യൂഷ്വൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കൺസൾട്ടൻറ്റ് മിസ് ഷാലിയായിരുന്നു. മിസ്സിന് ഫീസൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഒത്തിരി തമാശകളും ഒത്തിരി സ്നേഹ സൗഹൃദങ്ങളും ഒക്കെ പങ്കിടുവാൻ ഇട വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപികമാർ കുറേ പേര് അവിടെ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മിസ് വിമല എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മിസ് മേരിക്കുട്ടി വന്നിട്ടുണ്ട് അല്ലേ, മിസ് മേരിക്കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റീവാൻഷി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മിസ് മേരി ആൻറ്റിയോ നേരിട്ട് ക്ലാസ് എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇംഗ്ലീഷിനോടുള്ള താല്പര്യം കൊണ്ടാണ്, എൻ്റെ അധ്യാപകരെല്ലാവരും എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തന്നതുകൊണ്ടാണ് MA ലിറ്ററേച്ചർ പ്രൈവറ്റായിട്ട് ചെയ്യാനുള്ള പ്രചോദനം എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ മിസ് മേരി ആൻറ്റിയോൻ്റെ അടുത്ത് ഒത്തിരി കുറേ കൺസൾട്ടേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ PhD വർക്ക് മുഴുവനും വായിച്ച് ഫസ്റ്റ് കറക്ഷൻ നടത്തിയത് മിസ് ആൻമേരി ചാൾസാണ്. മിസ്സിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, മിസ് ചെയ്തോന്നു അത് പെട്ടെന്ന്. അങ്ങനെ ഓരോരുത്തരുമായിട്ടും. പിന്നെ മിസ് ആഷ ഇവിടെ ഉണ്ട്. ഞങ്ങൾ നാക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും
അല്ലാതെയും നല്ല സൗഹൃദം പുലർത്തുന്നവരാണ്. ഇനി നമ്മുടെ മിസ് മേരി പോൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഒത്തിരി അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. മിസ് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ചെയർപേഴ്സണൊക്കെ ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. മിസ് റാണി, അതേപോലെ മിസ് റാണി പോൾ ഒത്തിരി സ്നേഹ സൗഹൃദങ്ങൾ പങ്കിട്ടവരാണ്. പിന്നെ അവിടെ താഴേക്ക് വരുന്നവരാണ്, മിസ് ഷാലിയുടെ താഴെ വരുമ്പോൾ അഞ്ജു സൂസൻ മുതലുള്ള ഒരു പുതിയ ജനറേഷൻ. അവരും ഞാൻ വൈസ് പ്രിൻസിപ്പലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് പല ഘട്ടങ്ങളിൽ എനിക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. അങ്ങനെ ഒരുപാട് മേരി പാസ്റ്ററൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ പ്രീ ഡിഗ്രി മുതലുള്ള എൻ്റെ അധ്യാപകരിൽ പെടും. മിസ്സസ് തമ്പാൻ. അങ്ങനെ അധ്യാപകരുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഒരു നീണ്ട നിരയിലേക്കാണ് മിസ് ഷാലി അങ്ങനെ കടന്നു വന്നത്. മിസ് ഷാലിയുടെ എല്ലാ സ്നേഹ സൗഹൃദങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കണം. വിട്ടുപോയാ നിങ്ങൾ 5 മുതൽ താഴോട്ട് എല്ലാവരും ഒരു വാക്കിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ അപ്പോൾ ഈ സൗഹൃദത്തിൽ ഒരു കണ്ണി വിട്ടുപോകുമ്പോൾ സങ്കടമുണ്ട്. എന്നാൽ തന്നെ ഞാൻ മിസ്സിനോട് പറയണം, മിസ് പോകണ്ട, സെൽഫ് ഫിനാൻസ് സെക്ഷനിലേക്ക് പോരെ എന്ന്. അപ്പോൾ മിസ്സിനെ ക്ഷണിക്കുന്നുണ്ട് അങ്ങോട്ട്. ഇനി മിസ് ഷാലിക്ക് എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും സന്തോഷവും ഐശ്വര്യം നിറഞ്ഞൊരു ഭാവി ജീവിതവും ആശംസിക്കുന്നു. ഇനി ഡേവിസ് ഞാൻ കൊച്ചു സിസ്റ്ററായിരുന്ന കാലം തൊട്ട് നമ്മുടെ അയൽവാസിയാണ്, കോൺവെൻറ്റിൻ്റെ അയൽവാസിയാണ്. നമ്മളുടെ ഡേവിസിൻ്റെ അപ്പച്ചൻ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടുത്തെ കോളേജിലെ കുറേ ഡ്യൂട്ടീസൊക്കെ ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ കോൺവെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ആളെന്നുള്ള നിലയിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഡേവിസിനെയാണ് വിളിക്കുക. ചെറുപ്പം തൊട്ടിട്ട് ക്രിസ്മസിന് എല്ലായിടത്തും ലൈറ്റ് ഇടണം. ഇപ്പോൾ ഡേവിസിന് നല്ല ഡ്യൂട്ടിയാണ്, 3 മഠത്തിൽ ഓടി നടന്ന് ലൈറ്റ് ഇടുക. ഹോസ്റ്റൽ ഡേയുടെ പരിപാടികൾക്ക് എല്ലാം അണിയറയിൽ നിൽക്കുക. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതിനെല്ലാം ഓടി വരാറുള്ള ഡേവിസാണ്. അപ്പോൾ ഡേവിസ് ഈ പറഞ്ഞ പോലെ ആരും അറിയാതെ, ഡേവിസും അറിയാതെ, നമ്മളൊന്നും അറിയാതെ ഡേവിസ് അങ്ങോട്ട് വളർന്നു, വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ റിട്ടയർമെൻറ്റ് സമയമായപ്പോഴാണ് എല്ലാവരും ആലോചിക്കുന്നത്, ഡേവിസിന് പ്രായമായോ റിട്ടയർ ചെയ്യാൻ എന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഡേവിസിന് ഇനിയും തുടർന്ന് നമ്മുടെ അയൽവാസി തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഡേവിസിനെ വീണ്ടും ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ടും ദൈവാനുഗ്രഹം നേരുന്നു. ഇനി സിസ്റ്റർ ബീന ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് സുപ്പീരിയർ ആണ് ഇപ്പോൾ. പിന്നെ ആൾക്ക് വീണ്ടും പ്രൊമോഷൻ കിട്ടിയപ്പോൾ ആൾ സുപ്പീരിയർ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. മുമ്പായിട്ടുണ്ട് എടക്കുളം കമ്മ്യൂണിറ്റിയുടെ. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹം പങ്കിട്ട് പല കമ്മ്യൂണിറ്റീസിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ബന്ധങ്ങളുണ്ട്, പിന്നീടുണ്ടായ ബന്ധമാണ്, ഫാമിലിയിലെ റിലേഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാറും സ്നേഹം പങ്കിടാറും ഒക്കെയുള്ള വ്യക്തിയാണ്. അപ്പോൾ സിസ്റ്ററിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. ഇവിടുത്തെ ഒരു മിന്നാമിനിങ് എന്ന് പറഞ്ഞ പോലെ മിന്നാമിനിങ്ങിനേക്കാൾ കൂടുതൽ തെളിച്ചത്തോടെ ഓഫീസിൽ കടന്നു വരുന്ന എല്ലാവരെയും ഒരു നല്ല പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്ത് കുട്ടികളോടൊക്കെ വളരെ ഹൃദ്യമായി ഇടപെട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന സിസ്റ്റർ ബീന, സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും സിസ്റ്റർ മരിയറ്റെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സിസ്റ്റർ ഇങ്ങനെ അകലേന്നാണെങ്കിലും സിസ്റ്റർ ഓടിയെത്തും. അത് നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ഒരു ഭാഗം സെയിൻറ്റ് ജോസഫ്സിൽ നിക്ഷേപിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇന്ന് പോരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എല്ലാവരും വരുമോ? അപ്പം ഞാൻ പറഞ്ഞു, റിട്ടയർ ചെയ്ത എല്ലാവരും തന്നെ ഇന്ന് എത്തും, കുറേ പേരെങ്കിലും എത്തും. അപ്പം അത് കഴിഞ്ഞപ്പോൾ അത് നല്ല ബന്ധമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ ഒരു 10-30 വർഷമൊക്കെ നമ്മൾ ജീവിക്കും. അതായത് ഒരാൾ 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഉണർവോടെ ഇരിക്കുന്ന മണിക്കൂറുകൾ അധികവും നമ്മൾ സ്പെൻഡ് ചെയ്യണത് ഈ കലാലയത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും തമ്മിൽ വളരെ ആഴമായൊരു ബന്ധമാണ് എല്ലാ അധ്യാപകരും തമ്മിലുള്ളത്. അതുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോഴും ഓരോരുത്തർ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മൾ ഒരുമിച്ച് ചേരാൻ ഇങ്ങനെ ഒരു ദിവസം കാത്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അവരോട് നമ്മുടെ ആ ബന്ധത്തെക്കുറിച്ച്. അപ്പോൾ ഇത്രമാത്രം ഊഷ്മളമായ ബന്ധങ്ങൾ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.
മറ്റ് പല സ്ഥലത്തും കാണാത്ത ഒരു സ്നേഹബന്ധം നമ്മളൊക്കെ തമ്മിലുണ്ട്. പിന്നെ ഞാൻ മിസ് മേരി ആൻറ്റിയും മിസ് വിമലയൊക്കെ ഇവിടെ കയറി സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം പഴയ നല്ല നല്ല ഓർമ്മകൾ ഇനിയുള്ളവരും സംസാരിക്കണം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ളവരെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് പണ്ട് കാലത്ത് മിസ് വിമല എനിക്ക് എടുത്തത് ഈഗിൾ ഹാസ് ലാൻഡഡ് എന്നുള്ള ഡ്രാമയാണ്. മിസ് ക്ലാസ് എടുക്കുമ്പോൾ മിസ്സിൻ്റെ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യും. അതുപോലെയാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ. അവർ പഠിപ്പിക്കുന്ന ആ വിഷയം ആ വിഷയത്തിലൂടെ നമ്മൾ ഈ ലോകത്തെ നോക്കിക്കാണും, ഒത്തിരി കാര്യങ്ങൾ പഠിക്കും നമ്മളും. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും ഇവിടെ റിട്ടയർ ചെയ്യുന്ന നിങ്ങൾ 3 പേർക്കും ദൈവം സമൃദ്ധമായ കൃപ വർഷിക്കട്ടെ എന്നും ഇവരുടെ ഈ നല്ല മാതൃകകൾ തുടർന്നും ഈ ഹാള് നിറയിരിക്കുന്നുണ്ട്. ചിലരൊക്കെ കമ്മിറ്റികളിൽ ഡ്യൂട്ടീസിലായിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ ഇവരുടെ ലൈഫ് എന്നും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, sister, for your eloquent and blissful words. പ്രിയപ്പെട്ടവരെ, ഒരു റിട്ടയർമെൻറ്റ് യോഗത്തിൽ പ്രസംഗിക്കാനൊന്നും റെഡിയായിട്ടല്ല ഞാൻ വന്നത്. പക്ഷേ എനിക്ക് തോന്നി ഒരു വട്ടം കൂടി സെൻറ്റ് ജോസഫ്സിൻ്റെ ഈ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവരായിരുന്നവരെയും മുഖം കണ്ട്, ഞാൻ ഇച്ചിരി ലേറ്റായി വരാനായിട്ട്, ഇപ്പം ഞാൻ ഏറ്റവും ബാക്കിലാണ്. അപ്പോൾ ആരൊക്കെ വന്നു എന്നറിയില്ല, ആരുടെയും മുഖം കാണാനും പറ്റില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നവരുടെ മുഖം കണ്ടുകൊണ്ട് 2 വാക്ക് പറയാമെന്നോർത്താണ് ഞാൻ വന്നത്. എനിക്കും ഈ മാർച്ച് 30 എൻ്റെ മനസ്സിലും കോറിയിട്ടിട്ടിരിക്കുന്ന ഒരു ഡേറ്റാണ്. കഴിഞ്ഞ വർഷം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇസബലിൻ്റെ റിട്ടയർമെൻറ്റിന് വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല, അന്ന് ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ വർഷവും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടാകുമോ? അതിനുശേഷം എനിക്ക് ഇൻവിറ്റേഷൻ എല്ലാം വന്നു. വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞു, 30 എനിക്ക് കോളേജിൽ ഇച്ചിരി ബിസിയാണ് എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു മെസ്സേജ് കണ്ടത്, വരാൻ പറ്റാത്തവർക്ക് സൂമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് നിരാശയായി. എൻ്റെ മനസ്സിൽ എല്ലാവരും ഈ ലിങ്ക് നോക്കി ഓൺലൈനിലുള്ളതേ ഉണ്ടാവുള്ളൂ, ആരെയും നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഞാനും ചിന്തിച്ചു, എനിക്ക് ഇച്ചിരി തിരക്കുള്ള ദിവസമായിരുന്നു, അപ്പോൾ വരണ്ട, കാരണം ഇടയ്ക്ക് ഇതൊന്ന് ഓണാക്കി കണ്ടാൽ മതിയെന്ന്. പക്ഷെ വീണ്ടും എനിക്ക് തോന്നി, ഈ സിസ്റ്റർ ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ അടുത്ത വർഷം സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഇതുപോലെ വീണ്ടും സെൻറ്റ് ജോസഫ്സിലേക്ക് കടന്ന് വരാനുള്ളൊരു അവസരം ഉണ്ടാവുമോ എന്നറിയില്ല. മാത്രമല്ല സിസ്റ്റർ മരിയറ്റ പറഞ്ഞ പോലെ പരിചിത മുഖങ്ങൾ കുറഞ്ഞു വരിക, അപരിചിതമായ മുഖങ്ങൾ കൂടുതലുള്ളിടത്തേക്ക് വരാനായിട്ട് ഒരല്പം ഒരു ചെറിയൊരു ആശങ്ക. അതുകൊണ്ടാണ് എന്തായാലും ഇപ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. 10:30 എനിക്ക് പോരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത്. അപ്പോൾ ഏറ്റവും ബാക്കിലിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധമായി, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലെന്ന്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഷാലി എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു കിലുക്കാമ്പെട്ടീനെ ഓർമ്മ വരുന്നത്. ഒരിക്കൽ പോലും ഒരു ദേഷ്യഭാവമോ ധാർഷ്ട്യമോ ആക്രോശമോ ഒന്നും കാണാതെ വളരെ സോഫ്റ്റായിട്ട് എപ്പോഴും ഈ 3 പേർക്കും ആ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വളരെ നല്ല ചിരിയാണ്. ഒരിക്കൽ പോലും ഈ 3 പേരെയും ഞാനൊരു ഇമോഷൻസ് കൂടി ഒരു ദേഷ്യഭാവത്തിൽ കാണാത്ത 3 അമൂല്യ വ്യക്തിത്വങ്ങളാണ്. ഇവർക്ക് തമ്മിൽ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഷാലി എപ്പോഴും ഇങ്ങനെ ചെറുതുർക്കോടെ ഒരു കൊച്ചു സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു കൊച്ചു കിലുക്കാമ്പട്ടിയായിട്ട് ഇതിലൂടെ എല്ലാം ഓടി നടന്ന് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുകയും ഷാലിയുടെ ചിരിക്ക് പോലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. സിസ്റ്റർ ബീൻ അതുപോലെ തന്നെ വേറൊരു ഇളങ്കാറ്റ്, ഒരു എന്താ പറയുക, ഒരു മന്ദമാര് തന്നെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഒരു നല്ല ഒരു എന്താ പറയുക പുഞ്ചിരി തന്നുകൊണ്ട് സ്വീകരിക്കുന്ന സിസ്റ്റർ.
ഡേവിസ് ആണെങ്കിലും ഞാൻ ഒത്തിരി അങ്ങ് അടുത്ത പരിചയം ഞാൻ ഡേവിസുമായിട്ടില്ല. പക്ഷേ ഭയങ്കര റിസർവ്ഡ്, ഭയങ്കര മച്വേർഡ്, നല്ലൊരു ജെൻറ്റിൽമാൻ. എനിക്ക് ഡേവിസും സിസ്റ്റർ ബീനയൊക്കെ റിട്ടയർ ഷാലിന് എനിക്ക് ഏകദേശം റിട്ടയർ ചെയ്യാറായെന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഡേവിസിനെയും സിസ്റ്റർ ബീനേനെയൊക്കെ ഞാൻ പയ്യനും പയ്യത്തിയൊക്കെ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അവർ റിട്ടയർ ചെയ്യാറായോ എന്ന് പോലും ഞാൻ സംശയിച്ചു. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല, ഒത്തിരി പേർക്ക് സംസാരിക്കാനുണ്ടാവും. ഒരിക്കൽ കൂടി എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിന് സിസ്റ്റർ ആശയോടും ഇതിൻ്റെ സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളോടും റിട്ടയർമെൻറ്റ് കമ്മിറ്റി അംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ റിട്ടയർ ചെയ്തു പോയ എല്ലാവരും നല്ല സുന്ദരികളായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ബാക്കിലിരുന്ന് നോക്കുവാണ്. മിസ് വിമല, മിസ് ആൻറ്റി എല്ലാവരും നല്ല നല്ല സുന്ദരികളായിട്ടിരിക്കുന്നു. റിട്ടയർ ചെയ്യാൻ പോകുന്ന ഈ 3 വ്യക്തിത്വങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സോറി സിസ്റ്റർ ട്രീസെ, അത് എപ്പോഴും ഓർമ്മിപ്പിക്കുകയുള്ളൂ കേട്ടോ. അപരിചിത മുഖങ്ങൾ ഏറെ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. എൻ്റെ പേര് റാണി MJ. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞാൻ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർ ചെയ്തു പോയ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. സോ താങ്ക് യു വെരി മച്ച്. ഇപ്പം ഞാൻ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ വൈസ് പ്രിൻസിപ്പലുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരാൻ വൈകിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ 10:30 എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you, Ms. Rani, for those words of great intimacy. സിസ്റ്ററെ, ഇത്രയും നേരം ഇവിടെ റിട്ടയർ ചെയ്തു പോയവരൊക്കെയാണ് ഒത്തിരി സംസാരിച്ചത്. അപ്പം നിലവിലുള്ള ഫാക്കൽറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പറയണം എന്നെനിക്കൊരാഗ്രഹം. ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല. വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. സിസ്റ്റർ രഞ്ജന, പ്രിൻസിപ്പൽ സിസ്റ്റർ ആശ, റിട്ടയർ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിലിരിക്കുന്ന റിട്ടയർ ചെയ്ത ഇവിടെ വന്നിരിക്കുന്ന പ്രിൻസിപ്പൽസ്, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, മൈ ഡിയർ കൊളീഗ്സ്, ആദ്യമേ തന്നെ റിട്ടയർ ചെയ്യുന്ന 3 പേർക്കും ഞാൻ എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. ഇവിടെ ആരോ പറഞ്ഞതുപോലെ 3 പേർക്കും വളരെയധികം സമാനതകളുണ്ട്. വളരെ സൗമ്യമായ പ്രകൃതം 3 പേരുടെയും. ഡേവീസിനെ ആയാലും വളരെ സ്നേഹത്തോടുകൂടി എപ്പോഴും എന്ത് കാര്യത്തിന് ഡേവീസിൻ്റെ അടുത്ത് ചെന്നാലും എന്താ മിസ്സേ എന്നൊക്കെ ചോദിച്ച് വളരെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ഒരു നല്ല വ്യക്തിത്വം. സിസ്റ്റർ ബീനയാണെങ്കിലും
വളരെ സ്നേഹം, എന്തൊരു സൗമ്യത. ചിലപ്പോൾ അവർക്ക് എങ്ങനെ ഇങ്ങനെ ഇത്ര സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഈ ഓഫീസിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെല്ലുമ്പോൾ ഒക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയാലും ഇവരൊക്കെ വളരെ സൗമ്യമായിട്ട് നമ്മളോട്, ഡേവീസ് ആയാലും സിസ്റ്റർ ബീന ആയാലും എപ്പോഴും നമ്മളോട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ, ഇവിടെ സിസ്റ്റർ അൽഫോൺസ് മലയാളി മാത്രമേ വന്നിട്ടുള്ളൂ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയവരിൽ. പിന്നെ ഞങ്ങളുടെ 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാ നന്ദിയും പറയുകയാണ്. അതുപോലെ ഭാവി ജീവിതം ഏറ്റവും നന്നാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഒരു 2 വാക്ക് പറയുന്നത്. നിങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു 32 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്താണ് ഇവിടെ വന്നത്. ഇപ്പം 32 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും ചെറിയ പ്രായം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 23.5 വയസ്സ്, അല്ലെങ്കിൽ ഞാൻ 23.5, ഷാലി 24.5 വയസ്സായിരിക്കാം. ആ ഒരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ ഒരു ജീവിതം അതൊക്കെ വളരെ നല്ല ഒരു ജീവിതമായിരുന്നു. ഈ 32 വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ ഞങ്ങൾക്ക്, ഞാനും ഷാലിയും തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു വഴക്കോ ഒരു ഇഷ്ടക്കുറവുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നു. ഷാലിക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിൽ പോലും നല്ല ഒരു ബന്ധം ഞങ്ങളുടെ മക്കൾ തമ്മിലും ഭർത്താക്കന്മാർ തമ്മിലും ഒക്കെ ആയാലും നല്ല ഒരു സ്നേഹബന്ധം തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്നും വരുമ്പോൾ ഞാനൊരു നേർച്ച പോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒന്ന് കയറും. വന്നോ, എൻ്റെ ഫ്രണ്ട്സ് വന്നോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് മിക്ക ദിവസങ്ങളിൽ ഞാൻ സൈൻ ചെയ്തിട്ട് പോരുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം, ഒരു പൊതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ തിരിച്ച് അവിടുന്നും ഞാനൊന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ, താൻ അവിടെ വരുമ്പോൾ എടുക്കണം കേട്ടോ എന്ന് പറയുന്ന ആ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വളരെ വിശ്വസിച്ച് എന്തും പറയാവുന്ന ഒരു നല്ല സുഹൃത്താണ് ഷാലി. ഞാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ പറയണം. ഫ്രണ്ട്സ് ഫോർ എവർ എന്നുള്ള ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഫ്രണ്ട്സ് ഫോർ എവർ ഞങ്ങൾ 4 പേര്. ഞങ്ങളുടെ ചേച്ചിയമ്മ ഷാലി, ഞാൻ, ആശ, റോസ്, ബോട്ടണിയിലെ റോസ്ലിൻ. ഞങ്ങൾ ഏകദേശം ഒരേ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇത്തിരി വ്യത്യാസമുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ ഉള്ളവരിൽ. പിന്നെ ഞങ്ങളുടെ ചേച്ചിമാർ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ട്രീസ, മേരി അഗസ്, മേരമ്മ, അതുപോലെ ഗ്രേസമ്മ, മിസ്, അങ്ങനെ കുറേ പേര്. പിന്നെ ഞങ്ങളുടെ വളരെ സീനിയേഴ്സായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാണിവിടെ ഉള്ളത്, മിസ് വിമല, മിസ് മേരി ആൻറ്റു, എല്ലാവരും, സിസ്റ്റർ രഞ്ജന, എല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇല്ലില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായത്. അപ്പോൾ ഷാലി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിസ്റ്റർ മരിയറ്റ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ചേച്ചി എന്നാണ് ഞങ്ങളിപ്പോൾ പറയണത്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ചേച്ചിയമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനും പറയാണ് ഞങ്ങളുടെ ചേച്ചിയമ്മ പോവുകയാണ്. നല്ല വിഷമമുണ്ട്, എന്നാലും ഇത് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങൾ ഷാലി ചെയ്തിട്ടുണ്ട്. എന്നെ വളർത്തുന്നതിലുമൊക്കെ ഇയാൾക്കത് ചെയ്യാൻ കഴിയും, അത് പറ്റും, ഇത് പറ്റും, എന്താ കുഴപ്പം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പ്രോത്സാഹനങ്ങളൊക്കെ എപ്പോഴും ഷാലി തരാറുണ്ട്. അതുപോലെ തന്നെ ആശയം എല്ലാവരും തരാറുണ്ട്. എന്നാലും ഷാലി ഇപ്പോൾ പോകുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയിട്ട് ചെയ്ത് തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, Ms. Lissama. Thank you, dear ones, for sharing your nostalgic memories. Let us now lend our ears to a melodious duet by Mr. Bindo and Ms. Vidya.
അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് വിരമിച്ചു പോണ എൻ്റെ പ്രിയ കൂട്ടുകാരനും എൻ്റെ ചേട്ടനും ഡേവിസ് ചേട്ടൻ, അതുപോലെ ഷാലി മിസ്, അതുപോലെ തന്നെ ബീന സിസ്റ്റർ, അവർക്ക് വേണ്ടി ഈ പാട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്തായാലും നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതം ഒരുക്കുണ്ടാവട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമകാലം ശാന്തനൊമ്പരമായി. ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ തിങ്കൾ വണ്ണപ്പൂവിൻ കൈമാറും മോഹങ്ങൾ
അക്ഷരനക്ഷത്രം കോർത്തും ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങി പോരും അഭയാർത്ഥിയാ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ സ്നേഹാമൃതം കുളിരോർമകളിൽ വരും നിറഞ്ഞ സായം സന്ധ്യ മനസ്സ് കുളിരോർമകളിൽ വരും നിറഞ്ഞ സായം സന്ധ്യ പേതൊഴിഞ്ഞ
ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മദർ മേരി പാസ്റ്ററും സിസ്റ്റർ സ്റ്റീഫൻ മേരിയും എത്തിയതിൽ ഒത്തിരി സന്തോഷം. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അമ്മ എന്തായാലും സംസാരിക്കുമല്ലോ അല്ലേ? അവിടേക്ക് തരാം. പാട്ട് വളരെ നന്ദി. ഇവിടെ ഇവരെ കഴിഞ്ഞ ഞങ്ങളുടെ സ്റ്റാഫ് ഡേക്ക് എന്തോ ഒരു ഗാനമേള പോലെയായിരുന്നു, പഴയ ഗാനങ്ങളുടെ. സൂപ്പറായിട്ട് പാടി. കൺഗ്രാജുലേഷൻ. എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ നന്ദി. പിന്നെ അധികം പേർക്കില്ല. താങ്ക് യു. Thank you, Rinto and Vidya, for that melodious treat. ഞാൻ കയറണില്ല. എൻ്റെ പേര് എന്നെ എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ആരെയും അഡ്രസ്സ് ചെയ്യാതെ സംസാരിക്കാൻ തുടങ്ങുക. കാരണം ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല. നിങ്ങൾ കണ്ടില്ലേ, പിടിച്ച് കയറ്റേണ്ട വന്നു. പക്ഷെ 94 ഷാലി ഏത് വർഷം വന്നേ? 89 ഷാലി വന്നപ്പോൾ ഞാൻ സ്വാഗതം ചെയ്തതാണ് ഇൻ്റർവ്യൂവിലൊക്കെ. ഡേവിസ് ഇവിടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ ബീനയോ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ട ഡേവിസോ ഷാലിയോ ബീനയോ അല്ല. സെൻറ്റ് ജോസഫ്സ് എത്രമാത്രം വ്യത്യാസം ഇവരിൽ വരുത്തിയല്ലോ. അവിടെ പുറത്ത് ഞാൻ ഇവരുടെ ഫോട്ടോ കണ്ടു. അപ്പോൾ ചോദിച്ചത് ഷാലിയാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതുപോലെ തന്നെ സിസ്റ്റർ ബീനെയും ഡേവിസിനെയും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ സെൻറ്റ് ജോസഫ്സിൽ നിന്ന് പോയിട്ട് ഈ രൂപമായി എൻ്റേത്. എൻ്റെ രൂപം ഇതായി, വളഞ്ഞും നടക്കാൻ പറ്റാതെയും. അപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റർ രഞ്ജന, സിസ്റ്റർ ആശ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആശംസ പ്രസംഗം പറയേണ്ട ഗതികേട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ ആവശ്യപ്പെട്ടപ്പോൾ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരും ഞാനും ഞങ്ങൾ കോവർക്കേഴ്സായിരുന്നു. പിന്നെ ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ എന്നോടൊപ്പം ജോലി ചെയ്തവരാണിവർ. മിസ്സസ് ഷാലി ആണെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും എന്താ പറയുക ലില്ലി പുഷ്ന്ന് എത്ര വ്യത്യാസമാണ് വ്യക്തിത്വത്തിലും ഭാവത്തിലും രൂപത്തിലും. അതിൻ്റെ അർത്ഥം അത്രയും ഭംഗിയായി അവരിവരുടെ ശുശ്രൂഷ, ഇവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ആത്മസംതൃപ്തിയോടെ അവർ യാത്ര പറഞ്ഞ് സെൻറ്റ് ജോസഫ്സിൻ്റെ പടി ഇറങ്ങാണ്. ചില വേദന ഉണ്ടാകാം. ഞാനും 30 വർഷം ജോലി ചെയ്ത് ഇവിടുന്ന് വിരമിച്ചതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു അധ്യാപന ജോലി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്, സംതൃപ്തി തരുന്ന കാര്യമാണ്, അഭിമാനം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളുടെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായമാകുമ്പോൾ നമുക്കുള്ള സന്തോഷത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും മുതൽക്കൂട്ടുകളാണ്. അപ്പോൾ മിസ്സസ് ഷാലിക്കും സിസ്റ്റർ ബീനയ്ക്കും ഡേവിസിനും ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഓർമ്മകളും അതിൻ്റെ അനുഭവങ്ങളും എല്ലാം നിങ്ങളുടെ ഭാവി ജീവിതം നിറയ്ക്കട്ടെ, സന്തോഷമാകട്ടെ. ഇനിയും നിങ്ങൾ നന്മ ചെയ്യുന്നവരാകട്ടെ. ഇനിയാണ്
കൂടുതൽ നന്മ ചെയ്യുവാൻ പറ്റുക. മണി അടുക്കുമ്പോഴേക്കും ക്ലാസ്സിൽ പോകണ്ട, നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകില്ല. അതുകൊണ്ട് ആ മണികൾക്ക് അതീതമായിട്ട് ശുശ്രൂഷ ചെയ്യാവുന്ന ഒരു കാലമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു ജീവിതം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് എന്നോട് ഇവിടെ കയറ്റി എന്നെ ഇത് പറയിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഞങ്ങളൊക്കെ പ്രായമായവരാണ്, അപ്പോൾ പ്രാർത്ഥിച്ചേക്കണം. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതെ, ഷാലോംകാർ അവരുടെ ഷാലോം വേൾഡിലേക്ക്, അതായത് എന്താ പറയുക, മെയിൻലി ടു ദ സ്റ്റേറ്റ്സ്, അവരൊരു ചെറിയ ഡോക്യുമെൻ്ററി ഫിലിം ഒരു 20-22 മിനിറ്റ് നേരത്തെ, അത് ഞാനിപ്പോൾ സിസ്റ്റർ സ്റ്റീഫമേരിയും ഞാനും ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ അവർ അത് ഷൂട്ട് ചെയ്തു. അപ്പം ഞങ്ങളതിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചൊക്കെ പറയുന്നുണ്ട്, തെറ്റും ശരിയായിട്ട് കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരത് സ്റ്റേറ്റ്സിലേക്കാണ് അവരത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് രാത്രി അവിടുത്തെ 8 മണിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യും. ഇവിടെ നാളെ രാവിലെ 6 മണിക്ക്. നമ്മളോട് കിട്ടില്ല. അതിനേതാണ്ട് ലിങ്ക് എന്തൊക്കെ പറയാം, അതൊന്നും എനിക്കറിയാത്ത ഭാഷയാണ്. അപ്പം അതങ്ങനെ പോകുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്റ്റീഫൻ ഞാനുമാണ് അമ്മ മോതിരക്കണ്ണിയിൽ നിന്ന് വന്നത്. ഞങ്ങൾ 2 പേരും 80-അപ്പുറത്താണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വന്നത് സിസ്റ്റർ ആശയുടെ സ്നേഹ നിർബന്ധം കൊണ്ടാണ്. സിസ്റ്റർ ആശ നല്ല ഫോണിൽ കൂടെ ഒന്ന് വരണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഒരു പ്രിൻസിപ്പൽ അങ്ങനെ വിളിച്ചിട്ട് വന്നില്ല, ചിലപ്പോൾ ഞാൻ ഇനി പ്രിൻസിപ്പലിനെയും വിളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ വെരി മച്ച്. Thank you, Mother, for your blissful words. Now, I request Dr. Sister Asha to honor our manager, Dr. Sister Ranjana, and our dear retirees by presenting tokens of love on behalf of the faculty and staff. I request Dr. Sister Ranjana and the retirees to receive the same. Thank you, dear ones. It's now the turn of our dear retirees to address the audience with their reply speeches. May I now request Dr. Shali Andapan, Associate Professor and Head Department of English, to deliver the reply speech. Dr. Sister Ranjana, Dr. Sister Ranjana, our manager, Dr. Sister Asha, our principal, Mr. Davis and Sister Beena, who are retiring with me, Mother Mary Pastor, former principal, Sister Marietta, former principal, Sister Ivansha, again former principal, Sister Christy, former principal, my dear friends, retired and present.
I don't know whether to say good morning or good afternoon. First of all, allow me to thank those who have come back to this institution after retirement. Allow me to thank each and every one of you who have spoken today and those who have us in your hearts. Thank you so much. I first thought of speaking offhand, but I refrained from doing so because I might leave out somebody. So I have scribbled down a few words which I would read out so that I'll do justice to whatever I'm going to say today, hopefully. Standing here, I'm overwhelmed by the presence of so many people. There is joy, sorrow, because I'm stepping out, but pride, because I belong, humility for being chosen to be a Josephite, and immense gratitude to God Almighty for blessing me so much. He has blessed me abundantly, and I lose count of my blessings if I try to count my blessings. I mean, He has blessed me from the time that I was born. He has blessed me till I'm 56 years. And I do believe He will continue to bless me all my life. As I look around, I am reminded of the cliche. The wheel of time has turned full circle once again, and yet another hectic academic year with a difference has come to a close. We all have our time machines. For us at St. Joseph's, it is the autonomous time machine. Time breathing down our necks and backs. At this juncture, for me, the time machines are memories and dreams. Memories which remind me to repeatedly thank our Creator. Memories which remind me to thank everybody that I have met, I have worked with, and people I'm still working with. I do believe that the good God had His reasons and plans when He planted me here to be woven intrinsically according to His wish. I'm indeed grateful to the Almighty for allowing me to be part of this unique abode of learning for so long. It is with humility and gratitude that I remember all those luminaries, a few of them who are here in front of me, who have paved the path, difficult and rocky, making it easy for the later generations. I'm greatly indebted to the pioneering principal, Reverend Sister Franco, an administrator of farsightedness, an epitome of perseverance, for giving me a chance in this abode of learning. Allow me to bow my head in reverence for that great leader. May her soul rest in peace. I'm indeed grateful eternally to the management of St. Joseph's for their generosity, for their magnanimity, for accepting me, and yet respecting my personal space, for having the confidence in me when I was chosen, for having the confidence in me when I was given different duties.
I also remember with gratitude friends and colleagues who have left for their heavenly abode. May their souls rest in peace. Let me acknowledge with immense gratitude all the exceptional leaders under whose tenure we had the privilege to work. Reverend Sister Loretta, Reverend Mother Mary Pastor, Reverend Sister Marietta, Reverend Sister Evantia, Reverend Sister Vijaya, Dr. Sister Ranjana, Dr. Sister Annie Kuriakos, Dr. Sister Christy, and Dr. Sister Isabel. And at this pivotal point, Dr. Sister Asha, I'm deeply indebted to all of you. Let me express my deep sense of gratitude to all the managers, vice principals, superintendents, office staff, the librarian, and those who work in the lab, and those who work in the garden and in the office for their support and encouragement. Thank you. Allow me to thank Sister Blessy and Dr. Sister Eliza for their support, guidance, and friendship. Both of you have been there for me for the past few years and will be there always, I believe. Words are inadequate to express my immense joy and gratitude towards the torch bearers of my own very department. Captained in my initial days by Mrs. Meenakshi Tamban, Mother Mary Pastor, Mrs. Mary Andio, Dr. Radha Muralidharan, Dr. Rani Joy, Dr. Sarala Joyce, and Dr. Wimla Menon, Dr. Anne Mary, Sister Rosalind, and Mrs. Mary Kuti Joseph. Mrs. Meenakshi Tamban, who commanded respect with her voice, dignity, and poise, who encouraged me to take decisions as long as no one else stands to lose. Thank you, Miss, for all the spaces, the encouragement, and for guiding me in the right way. It was with awe and envy that I watched Mother Mary Pastor as a teacher and as a principal. Her oratory skills, her administrative skills, and above all, her very humane qualities have created a very significant place in the hearts of all her colleagues, friends, students, and in society. Thank you, Mother Mary Pastor, for taking the trouble of coming today, for giving us a few positive words. Thank you very much for being always around. Thank you, Mother Mary Pastor. Mrs. Mary Anjo was my mother in the college. Her birthday falls 3 days before my mother's. Her heart is big enough to accommodate all those who need the extra love, the comforting hug, and above all, the gentle kiss on the forehead, which told me that I was loved unconditionally. The spontaneity with which she would envelop one with her care and concern, someone who went out of her way to get things done for the department, someone who would defend and protect her students, an incorrigible romantic who used to enjoy all kinds of celebrations, who brought out the best in her students, gentle yet firm, with a strong sense of humor. Dear Miss, my words do not do justice to what you really are, but you mean a lot to me. Thank you, Miss, for being around and for those words and for loving me. Thank you. The beautiful, elegant, and charming Dr. Vimla, who would captivate or keep her audience spellbound with her classes and her oratory skills.
She did command respect with her gentleness and uniqueness. Someone who had something positive to say about everything under the sun, and everyone too. Someone who made me feel clumsy and gauche because of your elegance and your femininity. Someone who encouraged her friends and students to celebrate life. A very good friend who accepted me as I was and made me feel good enough, though gauche. She taught me many lessons of life, which are there for me and will always be there for me. A mother figure and friend wrapped up in one car. Dear Miss Wemela, I know that my words are inadequate to express what you actually mean to me, but I just want you to know I love you from the bottom of my heart. Dr. Anne Mary Charles, the firebrand of our department. Gentle, yet strong, dignified, elegant, and aristocratic above all. With a very good word for everybody that she came across. Someone who would rise to all kinds of occasions. Someone who had the courage to call a spade a spade. A no-nonsense person with a strong sense of humor, who believes and who leaves a lasting impression on all she came across. Someone who has the fortitude to see things in the right spirit. Dear Miss, your presence here tells me that you do care for me. My family, especially my daughter, is a great admirer of you. I believe she calls you Kunyanti, which is an endearment that she has used not for everybody. Thank you for your encouragement, support, love, care, and concern. You're there in my heart. Dr. Radha Muralidhar is indeed a perfectionist through and through. Meticulous to the core, she goes the extra mile to make a difference in all her endeavors. An academician who was eager to discover new things and impart new found information to her students. The Teacher of the Year, Researcher in Arts are just a few accolades during her tenure over here. A constant source of inspiration to her colleagues and students, a sister figure to her students, a leader with strong convictions, a staunch believer in the Almighty. She remembers all her friends' children in her prayers all the time, a great comfort for the troubled. Dear Miss, it's been an honor to know you. Thank you for your constant support and prayers and helping me find my way. Thank you and tons of love. Reverend Sister Ivansha, who I can associate with very, very strongly because, as I have mentioned before, we are both vertically marginalized. She's the only one in the department to whom I don't have to raise my face or my head to talk to. I can speak on an equal ground, and that is why I have been able to identify with her on many occasions. She is a person who has always entertained our department with a strong sense of humor, lots of jokes, at the same time firm and gentle. The grammarian of the department when I first joined, somebody that I tried to copy because I've always loved grammar.
somebody I have admired because she had the confidence that I did not have, somebody I respected all the time because she knew what she wanted. Thank you, dear Sister Evantia, for being a constant source of support, encouragement, and for accepting me, for correcting me, and for molding me. Thank you, dear sister. I do remember the very special style of Mrs. Mary Kuti George, always immaculately dressed, as you can see even today. A constant source of, what should I say, fear for those who come to the department without any aesthetic sense while dressing. Whenever we wore the wrong blouse or the wrong ornaments, we kept away from Mrs. Mary Kuti because she would ask, why? Why this disparity in your clothes? A very good friend with a wonderful sense of humor, diligent and hardworking. She has brought out the best in many a student. A connoisseur of all varieties of food. She was also an excellent companion during some journeys, especially my companion on many an adventure trip in Thrissur, especially after a valuation camp. A strong personality with a heart to encompass people like me and her students. Dear Miss, it's been good to be your colleague and friend. Thank you, Miss, for helping me out of dire needs for a long time, and for loving me, and for being a constant support. Thank you, Miss Mary Kuti. Reverend Sister Rosalind, the grammarian, or the second grammarian of the department, is the one who saw my love for grammar and chose me to teach grammar when she retired. She it is who said there is something clinical about my attitude, a surprise for me. For I never thought so. I have felt I'm the most scatterbrained person under the sun. She inculcated in me a sense of curiosity and interest in timetables and syllabus. A humane religious who worked wonders for her colleagues and students. One who would turn our department into a beautiful garden for each and every special occasion. Dear Sister Rosalind, thank you for identifying my strengths. Thank you for your prayers, and thank you for loving me. Dr. Rani Joy is one of a kind, a potent mixture of the heart and mind, whose creativity has always left me thunderstruck. A hardworking, diligent, and capable person who respects our individual characteristics and spaces. Dear Miss, I have envied your elegance, your creativity, and most of all, the ability to bring out the best in everyone. Dear Miss Rani, it is indeed a privilege to know you, and thank you for taking the trouble of making me feel good. Your words, especially the words that you said today, will be treasured forever. Your mischievous smile and comments have always lighted up the department. It is with a sense of envy and gratitude I do remember also Dr. Sarla Joyce, the very beautiful perfectionist, one who is always a pleasure to behold. Not a hair out of place, not a wrinkle on the sari. Everything always perfect. Your oratory skills and mesmerizing classes are a quality I have always admired
and tried to imitate. Your love of life, your strength, your boldness, and your deep sense of justice and generosity are indeed remarkable. Dear Sarala, I just want you to know I'm indeed grateful to know you. Your strong sense of humor has always made a difference in the department. Dr. Mary Paul is an epitome of perfection, a bold and strong lady who dares to think in a different way and act accordingly, one who refuses to be defeated in any way, someone who is a mixture of gentleness, mischief, diligence, and undaunted and successful. One who dares to take everything in her stride, never losing the inherent feminine quality that she has. Dear Miss Mary Paul, I have loved sitting and chatting to you in the department. I've loved sitting beside you and chatting to you in the department. You have always been a constant source of inspiration and encouragement to me. Thank you, Miss, for everything. Dear Mrs. Mary Andio, thank you very much for your beautiful words. Dear Miss Wimla, thank you for those very special words. All of you enveloped me in your love, care, and concern, teaching, guiding, correcting, and accepting me. I did try to take the best in all of you and adopt it, but unfortunately, I have not done justice to any of you. I did bloom and I did blossom under your canopy of love, understanding, and warmth. As mentioned earlier, each one of you were my touchstones. Grazie, my dearest friends, for being friend, sister, mother, guide, confidant, all wrapped up in one. I'm indeed grateful to all the faculty and staff who have retired, a few of you who are around today, for their constant support and love. I would like to thank Mother Mary Pastor for the special words, Reverend Sister Mary Pastor, Reverend Sister Marietta for your own good words, Dr. Sister Rose Baston for the very special words that she said, and Dr. Rani MJ, who took the trouble to come down and to speak. Thank you. I would also like to acknowledge all my friends and colleagues in all the departments, in the office, and everywhere. Your constant support and cooperation has made life easy for me. I would also like to acknowledge three very special people in my life. Someone in my department and in the neighboring departments, and two very unique people, Dr. Asha, Dr. Lissa, and Dr. Rosalind. When you look at four of us together, we are a strange combination. Each one of us is different. Each one of us, when you look from the outside, have nothing which will bring us together, but something has brought us together. Being sandwiched between two brothers, I never knew the luxury of having sisters. They are my sisters. My sisters who have stood by me, my sisters who have encouraged me, who have helped me, who have supported me, and who have been there for me all the time. I don't think a simple thank you would do justice to what three of you have been for me. But still, because this is a formal occasion, it calls for a formal thank you. Thank you, Asha, Lissa, and Rose. I would also like to express my gratitude
to those in the exam section for being there when I joined as additional superintendent, for supporting me and for helping me and stepping in to help me whenever there was a dire need. When I stepped into the shoes as the head of the department 6 years back, to tell you the truth, I felt terribly incompetent. I felt I wouldn't do any justice. And it was with a lot of turbulence that I accepted it because I had no choice. But fortunately, I have managed to survive 6 years. And I've managed to survive only because I did try to adopt some qualities from my predecessors in the department, and because of the constant support from 10 people. I'm not talking of Asha again because she is different. She's my sister more than my colleague. The remaining 10 of you in the department, the 10 very capable, sprightly youngsters in the department. The capable Sujata, the gentleman Sajo, the perfectionist Sonima, Geeta with a soul that understands everybody, Anju Susan, who had a lot of things to tell to the world and to me, the model teacher for many people, the academician Lynette, the exuberant Anju Anthony, the diligent Deepa, the sprightly Veena, and the very, very mysterious Samina, who has a lot more to tell us. Thank you for accepting me. Thank you for being my friends. Thank you for being there and for helping me out whenever I got stuck. You will surely raise the department to unparalleled heights, led by Dr. Asha, also a perfectionist. I would also like to say that it has been an experience learning from all the 10 of you. You have taught me many lessons of life that I had not learned before. Thank you very much for everything. Thank you from the bottom of my heart. I would also like to thank the Staff Association for organizing such a special program. Thank you. Our life, as I told you, consists of many chapters. And I guess the longest chapter in our lives is over. The next chapter may or may not be a long one. Whatever it is a chapter that is opening. So when I turn my chapters, some are long and some are short. But this long chapter at St. Joseph's is going to carry me forward everywhere. It is something that I'm going to treasure always, because St. Joseph's has done a lot for me. It has given me an identity that I'm honored to have. It has given me the strength to stride ahead, no matter what happens in life. It has given me the capability to look face on
on many troubles and to pretend those things have never happened. It has taught me to be strong. It has taught me to always stand with my head held high. Whatever it is, I have tried to flow according to the waves of this life. I have tried to do justice as a teacher. I have tried to do justice as the head of the department, and I'm not sure whether I have succeeded. But I do know that I'm immensely gratitude to all the Josephites for accepting me as I am. Thank you. Thank you, dear ma'am. That was indeed overwhelming. May I now invite Sister Beena Thomas to reflect on her experiences at St. Joseph's. സ്നേഹം നിറഞ്ഞ മദർ ആനി കുര്യാക്കോസ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ എൽസി കോക്കാട്ട്, മാനേജർ സിസ്റ്റർ രഞ്ജന, വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ് ബാസ്റ്റിൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആഷ, വൈസ് പ്രിൻസിപ്പൽമാരായ സിസ്റ്റർ ബ്ലെസ്സി, സിസ്റ്റർ എലൈസ, മുൻ പ്രിൻസിപ്പൽസ്, റിട്ടയർ ചെയ്ത് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, എൻ്റെ സഹപ്രവർത്തകരെ, എന്നോടൊപ്പം വിരമിക്കുന്ന മിസ് ഷാലി ഡേവിസ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ്റെ പ്രത്യേക സംരക്ഷണയിൽ കഴിഞ്ഞ 28 വർഷം വിശുദ്ധ യൗസേപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ കലാലയത്തിലായിരുന്നു ശുശ്രൂഷ ചെയ്യാൻ അനുവദിച്ച നല്ല ദൈവത്തിനും വിശുദ്ധ യൗസേപിതാവിനും ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നന്ദി അർപ്പിക്കുന്നു. ദൈവം നടത്തിയ വഴികളും അർഹതയില്ലാതെ ലഭിച്ച അനുഗ്രഹങ്ങളും നല്ല സൗഹൃദങ്ങളുമെല്ലാം ഈ കലാലയത്തിൽ നിന്നും ലഭിച്ച നന്മകളാണ്. എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധം ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവയൊക്കെ പറയുക എന്നത് ഏറെ പ്രയാസവുമാണ്. ഓരോ വ്യക്തികളോടുമുള്ള നന്ദിയും കടപ്പാടും വാക്കുകൾക്കതീതവുമാണ്. കരുതലും വാത്സല്യവും നിറഞ്ഞ സിസ്റ്റർ ഫ്രാങ്കോയുടെ സ്നേഹസ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ഈ നിമിഷം ശിരസ് നമിക്കുന്നു. പിന്നീട് സിസ്റ്റർ ലൊറേറ്റ മുതൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആഷ വരെയുള്ള ഏവരിൽ നിന്നും ഏറെ സഹകരണവും സ്നേഹവും പ്രോത്സാഹനങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന മദർ ആനി കുര്യാക്കോസിൻ്റെ സാന്നിധ്യത്തിനും സന്തോഷപൂർവ്വം നന്ദി പറയുന്നു. ദൈവം നിയോഗിച്ച ഈ വലിയ ദൗത്യം നിറവേറ്റുവാനും സന്യാസിനി സമൂഹത്തിൻ്റെ വിളക്കായി ഈ കാലഘട്ടത്തിൽ പ്രശോഭിക്കുവാനും ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ. മദർ മേരി പാസ്റ്ററിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നത്. അമ്മയുടെ സ്നേഹപൂർവകമായ മാർഗനിർദ്ദേശങ്ങൾക്ക് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിനും എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹൃദ്യമായി നന്ദി പറയുന്നു. 1993 ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ സൂപ്രണ്ടുമാരായിരുന്ന സിസ്റ്റർ ക്ലിയോപേട്ര, സിസ്റ്റർ കരോളിൻ, സിസ്റ്റർ സിജിസ്മണ്ട്, സിസ്റ്റർ കരുണ, സിസ്റ്റർ ശോഭ, സിസ്റ്റർ അഞ്ജലി, ഇപ്പോഴത്തെ സൂപ്രണ്ട് ജ്യോതി വരെയുള്ള എല്ലാവരും എൻ്റെ ജോലികൾ എളുപ്പമാക്കാൻ നിർലോഭം സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളുമൊക്കെ കാലാകാലങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഓഫീസിലും ലൈബ്രറിയിലും ലാബുകളിലും ജോലി ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഇനിയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും നന്ദി പറയുന്നു. സാലറിയുമായി ബന്ധപ്പെട്ട ഏതൊരാവശ്യത്തിനും ടീച്ചേഴ്സിനെ സമീപിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി
ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമാക്കി തരുവാൻ എന്നോട് കാണിച്ചിട്ടുള്ള നല്ല മനസ്സിന് ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈ കലാലയത്തിൽ കടന്നു വന്ന നാൾ മുതൽ സെൻറ്റ് ജോസഫ്സ്, ക്രിസ്തുജ്യോതി, ശാന്തി എന്നീ ഭവനങ്ങളിൽ ഞാൻ അംഗമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സുപ്പീരിയേഴ്സിനോടും ഇപ്പോഴത്തെ എൻ്റെ സുപ്പീരിയർ സിസ്റ്റർ ജെസ്സിനോടും സ്നേഹപൂർവകമായ നന്ദിയും എൻ്റെ കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കുന്നു. വിടവാങ്ങൽ ഒരു വേദനയാണ്. പക്ഷേ ഈ കലാലയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും കൂടുതൽ ഊർജം നൽകുന്നത് പോലെയാണ്. ഇനിയുള്ള കാലം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭവന സമൂഹത്തിലും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളിലും വേണ്ട വിധം മുന്നേറുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി. Thank you, sister, for those words that touched our hearts. Allow me to call upon Mr. Davis AP to share his thoughts on the occasion of his retirement. ഒരു വല്ലാത്തൊരു ടെൻഷൻ പിടിച്ച വേദി തന്നെയായിട്ടാണ് ഇപ്പോൾ 31 കൊല്ലത്തും ഇപ്പോഴും മനസ്സിലായി ഇത്ര വലിയൊരു ടെൻഷൻ പിടിച്ച വേദി തന്നെയാണ്. അപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്കും ആവർത്തിച്ചുള്ള നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ. അപ്പോൾ വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികൾക്ക് നമസ്കാരം. എൻ്റെ 31 വർഷത്തെ സർവീസിന് ശേഷം ഈ മാസം 31-ന് വിരമിക്കുകയാണ്. 1990 10-ാം തീയതി മുതൽ കെമിസ്ട്രി ലാബിലെ ഗ്യാസ് പ്ലാന്റ് ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ ജോലി ആരംഭിച്ചത്. 9 വർഷത്തിന് ശേഷം ക്ലർക്കായി പ്രൊമോഷൻ ലഭിച്ചു. ഇക്കാലയളവിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ പ്രിൻസിപ്പാൾമാരായ സിസ്റ്റർ ഫ്രാങ്കോ മുതൽ ഡോക്ടർ സിസ്റ്റർ തെരേസ വരെ ഈ വേദിയിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കൂടാതെ ഓഫീസ് സൂപ്രണ്ടുമാരായ സിസ്റ്റർ ക്ലിയോപാട്ര മുതൽ ഇപ്പോഴത്തെ ജൂനിയർ സൂപ്രണ്ടായ ജ്യോതി വരെയുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിച്ചതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഒരിക്കൽ കൂടി ഈ കലാലയത്തിലെ എല്ലാ അനധ്യാപക സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Davis Chetan. Let me now invite Ms. C.G. V.J., staff representative, to propose the formal vote of thanks. വേദിയിലിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ രഞ്ജന, പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആശ, വൈസ് പ്രിൻസിപ്പൽസ്, ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ മിഷാലി അന്തപ്പൻ, ഡേവിസ് ചേട്ടൻ, സിസ്റ്റർ ബീന, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഓരോ സെൻഡ് ഓഫ് ഡേയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ, ഒത്തുചേരലിൻ്റെ, കൂട്ടായ്മയുടെ പ്രതീതി നമ്മിൽ ഉണർത്താറുണ്ട്. പല സ്ഥലങ്ങളിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അല്പം ത്യാഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമയം ഇവിടെ ഒന്നിച്ചായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഇല്ലായിരുന്നതിൻ്റെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം പലരും ഇവിടെ എത്തിയിരിക്കുന്നത്. അമിതമായ ആഘോഷങ്ങളുടെ അകമ്പടിയൊന്നുമില്ല. എങ്കിലും ഈ ദിനത്തെ ഏറ്റവും മനോഹരമാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിറസാന്നിധ്യമാണ്. ഒപ്പം തന്നെ ഈ ദിനത്തെ ഏറ്റവും മനോഹരമാക്കാൻ സ്നേഹപൂർവ്വം നമ്മോടൊത്തായിരിക്കുന്ന സിസ്റ്റർ പ്രിൻസിപ്പളിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. സിസ്റ്ററിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദിനത്തെ ഏറ്റവും മനോഹരമാക്കാൻ അക്ഷീണം യത്നിച്ച വൈസ് പ്രിൻസിപ്പൽസിനും സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങൾക്കും ഒരുപാട് നന്ദി. പഴയകാല ഓർമ്മകൾ പുതുക്കാനും സ്നേഹം പങ്കിടാനും ഏറെ ആഗ്രഹത്തോടെ ഈ ദിനത്തിൽ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന സർവീസിൽ നിന്നും വിരമിച്ച
പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി. വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ കൺവീനർമാർ, ജോയിൻ്റ് കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, നിങ്ങളുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങളാണ് സെൻഡ് ഓഫ് ഡേയുടെ വിജയം. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. We have come to the end of a warm send-off meeting, which is very much a part of the Josephite tradition. Goodbyes are not forever. They are just lofty reminders of tomorrow's yet to come. Thank you all for your gracious presence. For your kind attention, lunch will be served in the canteen and all are requested to join for the same. The retired members of the faculty and staff are requested to collect the gift of the retirees before they leave for lunch. Thank you all. There will be a photo session in front of the research block. Thank you.